പ്രാവശ്യം കൂടെ ദൈവവചനം കേൾക്കുവാനായിട്ട് ദൈവം നമ്മെ കൂട്ടിവരുത്തി. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിൻ്റെ രക്ഷാകര പരിപാടിയെക്കുറിച്ചാണ് നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പരിപാടിയിൽ അതിപ്രധാനമായിരിക്കുന്ന ഇലക്ഷൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്, അതായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ നാം ചിന്തിച്ചത്. തിരഞ്ഞെടുപ്പിനെക്കുറിച്ചുള്ള ചില ആശയങ്ങൾ നമ്മൾ പങ്കുവച്ചു. കാൾബർത്ത് എന്ന ആൾ ഒരു വലിയ മനുഷ്യനായിരുന്നെങ്കിലും ഒരു യാഥാസ്ഥിതികനായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെല്ലാം നമുക്ക് കാര്യമല്ല. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ദൈവം ആരെയും വ്യക്തിപരമായി തിരഞ്ഞെടുക്കുന്നില്ല, സാമാജിക തിരഞ്ഞെടുപ്പാണുള്ളത്. ഒരു സംഘത്തെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. ആ സംഘം എന്ന് പറയുന്നത് സഭയാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ തിരഞ്ഞെടുത്തു, യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെയും തിരഞ്ഞെടുത്തു. ദൈവം നമ്മെ ഒന്നും ആരും വ്യക്തിപരമായി തിരഞ്ഞെടുത്തിട്ടില്ല എന്നാണ്. അത് തെറ്റായിരിക്കുന്നൊരു ഉപദേശമാണ്. എന്നാൽ ശരിയായിരിക്കുന്ന ഉപദേശം എന്ന് പറയുന്നത് ദൈവം ആളാം പ്രതി ഓരോരുത്തരെ തിരഞ്ഞെടുക്കുകയാണ്. ദൈവം പ്രത്യേകം വ്യക്തികളെ തിരഞ്ഞെടുക്കുന്നു. അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചു എന്നാണ്. മുന്നറിഞ്ഞവരെ ലോകസ്ഥാപനത്തിൽ ജീവപുസ്തകത്തിൽ എഴുതി. അപ്പം നമ്മെ ദൈവം വ്യക്തിപരമായി തിരഞ്ഞെടുത്തു എന്നുള്ള വിലയേറിയ സത്യമാണ് നാം വിശ്വസിക്കുന്നത്. ഇന്ന് നമുക്ക് ഈ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കാം. എന്താണ് ഈ തിരഞ്ഞെടുപ്പിന്റെ കേന്ദ്ര ബിന്ദു, ദ സെൻട്രൽ പോയിന്റ്? അത് കർത്താവായ യേശുക്രിസ്തുവാണ് തിരഞ്ഞെടുപ്പിന്റെ കേന്ദ്ര ബിന്ദു. തെരഞ്ഞെടുപ്പ് ക്രിസ്തുവിലാണെന്ന് നമ്മൾ എഫേസ്യർ 1:4 വായിക്കുന്നു. ആരെങ്കിലും വായിച്ച് എഫേസ്യർ 1:4? അതാണ് നമ്മെ അവനിൽ, അതായത് ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ക്രിസ്തുവാണ് നമ്മുടെ തിരഞ്ഞെടുപ്പിന്റെ കേന്ദ്ര പോയിന്റ് എന്ന് പറയുന്നത്. ക്രിസ്തുവിനെ കൂടാതെ ദൈവിക തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ചിന്തിക്കുവാനുള്ള കഴിയില്ല. ദൈവവാസ്തവത്തിൽ ചെയ്യുന്ന, പിതാവായ ദൈവം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളുടെയും കേന്ദ്രബിന്ദു ക്രിസ്തു തന്നെയാണ്. സൃഷ്ടികർമ്മം മുതൽ വീണ്ടെടുപ്പ് മുതലായ എല്ലാ കാര്യങ്ങളും ക്രിസ്തുവിലാണ് ചെയ്യുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൂടാതെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കൂടെ കഴിയുന്നതല്ല. തെരഞ്ഞെടുപ്പിന്റെ തീരുമാനത്തിൽ ക്രിസ്തുവിനോടുള്ള ഐക്യം അന്തർലീനമായിരിക്കും. നാം ക്രിസ്തുവിനോട് ഏകീഭവിക്കുക, ക്രിസ്തുവിൽ ഒന്നായി തീരുക എന്നതാണ് തിരഞ്ഞെടുപ്പിന്റെ വലിയ ലക്ഷ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിനെ കൂടാതെ തിരഞ്ഞെടുപ്പില്ല, ക്രിസ്തുവിനെ കൂടാതെ ആർക്കും രക്ഷയുമില്ല. തെരഞ്ഞെടുപ്പ് ക്രിസ്തുവിലാണെന്ന ആ ഒരു പ്രയോഗത്തിൽ അന്തർലീനമായിരിക്കുന്ന 3 പ്രധാന ആശയങ്ങളുണ്ട്. ക്രിസ്തുവിലാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അതിൽ അന്തർലീനമായിരിക്കുന്ന 3 ആശയങ്ങൾ. ഒന്ന്, തെരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യം. തെരഞ്ഞെടുക്കപ്പെട്ടവർ ക്രിസ്തുവിനോട് അനുരൂപരാകണം എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം, 29-ാമത്തെ വാക്യം, 2 തെസ്സലോനിയർ 2:14, 2 കൊരിന്ത്യർ 3:18, ഫിലിപ്പിയർ 3:21. റോമാലേഖനം 8:17 വായിച്ച്, ക്രിസ്തുവിനോട് അനുരൂപരാകുക, ക്രിസ്തുവിനോട് താതാത്മ്യം പ്രാപിക്കുക, ക്രിസ്തുവിലായിത്തീരുക എന്നിങ്ങനെയുള്ള ലക്ഷ്യമാണ് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തപ്പോൾ ദൈവത്തിന് ഉണ്ടായിരുന്നത്. മറ്റു വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. രണ്ടാമത്, ക്രിസ്തുവിനാൽ അഥവാ തൻ്റെ പാപരിഹാര വലിയ യാഗത്താലും തൻ്റെ ആത്മാവിനെ ദാനം ചെയ്യുന്നത് വഴിയുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ രക്ഷ പ്രാപിക്കുന്നത്. ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ എങ്ങനെയാണ് രക്ഷ പ്രാപിക്കുന്നത് ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപരിഹാര യാഗത്താൽ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത്. കൊണ്ട് ലഭിക്കുന്നത് എങ്ങനെയാണ്? കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയാണ് അതും നമുക്ക് ലഭിക്കുന്നത്. എഫേസ്യർ ലേഖനം 5:25-27 വായിച്ച്, ഈ ഏൽപ്പിച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്ന കാൽവരിയിലെ ക്രൂശിലെ യാഗത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന പരാമർശം അതിൻ്റെ ഒരു ഭാഗമാണ്. അത് മാത്രമല്ല, നമ്മെ ശുദ്ധീകരിക്കുക, നമ്മുടെ പാപത്തെ പരിഹരിക്കുക എന്നുള്ളത് കർത്താവ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തു, ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാഗമാണ്. 27-ാമത്തെ വാക്യം വായിച്ച്, 2 തെസ്സലോനിയർ 2:13 വായിച്ച്, നമ്മളെ തിരഞ്ഞെടുത്തത് പരിശുദ്ധാത്മാവിൻ്റെ പ്രാപിക്കുക, പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുക എന്നൊക്കെയുള്ളതിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നാണ്. 1 പത്രോസ് 1:2,
റോമർ 8:9 നിങ്ങൾക്ക് തുറന്നു വായിക്കാവുന്നതാണ്. മൂന്നാമത്, തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ദൈവിക അനുഗ്രഹങ്ങളും വ്രതന്മാർ പ്രാപിക്കുന്നതിനുള്ള മുഖാന്തരം ക്രിസ്തുവിനോടുള്ള അവരുടെ ഐക്യമാണ്. നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ക്രിസ്തുവിൽ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ടുണ്ട്. ക്രിസ്തുവുമായുള്ള നമ്മുടെ ആ താതാത്മ്യം പ്രാപിക്കലാണ് ഇതിനെല്ലാം കാരണമായിരിക്കുന്നത്. റോമർ 8:1 ക്രിസ്തുവിൽ നമ്മുടെ ശിക്ഷാവിധി നീങ്ങിപ്പോയതായി പറഞ്ഞിട്ടുണ്ട്. എഫേസ്യർ 1:7 ക്രിസ്തുവിൽ നമുക്ക് വീണ്ടെടുപ്പ് ലഭിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. എഫേസ്യർ 1:11 ക്രിസ്തുവിൽ നമുക്ക് അവകാശം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എഫേസ്യർ 1:14 പരിശുദ്ധാത്മാവിന്റെ മുദ്ര നമുക്ക് നൽകിയെന്ന് പറഞ്ഞിട്ടുണ്ട്. 1 തെസ്സലോനിക്കർ 4:14 ഉയർത്തെഴുന്നേൽപ്പ്, അവനോടുകൂടെ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു. 4:16 ക്രിസ്തുവിന്റെ മരണത്തോടെ ഏകീഭവിക്കുന്ന അനുഭവം നമുക്ക്. അതുപോലെ റോമർ 8:17 നമ്മുടെ അവകാശവും തേജസ്കരണവും. ഇങ്ങനെ നമുക്ക് ലഭിക്കുന്നതായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ തിരഞ്ഞെടുപ്പാണ്. കർത്താവിനോട് നാം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തിരഞ്ഞെടുപ്പിന്റെ കേന്ദ്ര ബിന്ദു യേശു ക്രിസ്തുവാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ഈ 3 കാര്യങ്ങൾ, തിരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യം തിരഞ്ഞെടുക്കപ്പെട്ടവർ ക്രിസ്തുവിനോട് അനുരൂപരാകണമെന്നുള്ളതാണ്. ക്രിസ്തുവിനാൽ അഥവാ തന്റെ പാപപരിഹാര ബലി കൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരികയും പരിശുദ്ധാത്മാവിന്റെ ദാനം കൊണ്ട് നാം വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യണമെന്നുള്ളതാണ്. 3, നമുക്ക് ലഭിക്കുന്ന നിരവധി അനുഗ്രഹങ്ങൾ, ശിക്ഷാവിധിക്ക് പോവുക, വീണ്ടെടുപ്പ് ലഭിക്കുക, അവകാശം ലഭിക്കുക, പരിശുദ്ധാത്മാവിന്റെ മുദ്ര ലഭിക്കുക, ഇങ്ങനെയുള്ള അനേക അവകാശങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ലഭിക്കുന്നത്. മറ്റൊരു പ്രധാന പോയിന്റ്, തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ തിരഞ്ഞെടുപ്പിന്റെ മൂലഹേതു എന്താണ്? വാട്ട് ഈസ് ദ റൂട്ട് കോസ്? ദൈവം ഒരു കാര്യം ചെയ്യണമെങ്കിൽ കാര്യത്തിന് പിന്നിൽ ദൈവത്തിന് ഒരു കോസ്, ഒരു ഹേതു ഉണ്ടായിരിക്കണം. ദൈവം പാപികളുടെ രക്ഷയ്ക്കായി തിരഞ്ഞെടുക്കുന്നത് അവരുടെ ഏതെങ്കിലും യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണോ, അതോ ദൈവത്തിന്റെ സർവാധികാര കൃപയിലാണോ എന്നതാണ് ചോദ്യം. അതിനുള്ള ഉത്തരം, ആ റൂട്ട് കോസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തിന്റെ കൃപ. കൃപ എന്ന വാക്കിന് ധാരാളം അർത്ഥങ്ങളുണ്ട് എങ്കിലും രക്ഷയുള്ള ബന്ധത്തിൽ നാം സാധാരണ പറയുന്നത് അനർഹമായ ആനുകൂല്യമെന്നാണ്. നാം അർഹിക്കാത്തതായിരിക്കുന്ന ദൈവത്തിന്റെ ആനുകൂല്യം. അതെ. പിന്നെ അതിനോട് കുറച്ചുകൂടെ ബ്രോഡറായിട്ട് പറയുമ്പോൾ ഗോഡ്സ് സഫിഷ്യൻസി ഫോർ മാൻസ് ഡെഫിഷ്യൻസി, മനുഷ്യന്റെ കുറവുകൾക്കുള്ള ദൈവത്തിന്റെ എന്താണ് സഫിഷ്യൻസി, ദൈവത്തിന്റെ പര്യാപ്തത, മനുഷ്യന്റെ അപര്യാപ്തതകൾക്കുള്ള ദൈവത്തിന്റെ പര്യാപ്തത. ഏത് വിഷയത്തിലും, രക്ഷയുള്ള ബന്ധത്തിലായാലും മറ്റേത് വിഷയത്തിലായാലും എവിടെ നമുക്ക് അപര്യാപ്തതയുണ്ടോ അപര്യാപ്തതകളെ മാറ്റിത്തരുന്ന ദൈവത്തിന്റെ പര്യാപ്തതയാണ് കൃപയെന്ന് പറയുന്നത്. പൗലോസിനോട് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി. അതെ, കർത്താവിന്റെ വേല ചെയ്യുവാനായിട്ട് പൗലോസിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, ശാരീരിക ബന്ധപ്പാടുകൾ ഉണ്ടായിരുന്നു. സാത്താന്റെ ഒരു ദൂതനെ കുത്തേണ്ടതിന് എന്ന് പറഞ്ഞു. അതെന്താണ് അർത്ഥമെന്ന് പലർക്കും അറിയില്ല. അതേക്കുറിച്ച് തീർത്ത് പറയാൻ ആരെക്കൊണ്ടും സാധിക്കുകയില്ല. ഏതായാലും അതെന്തായിരുന്നാലും മാറ്റി കിട്ടാനൊക്കെ പൗലോസ് പല പ്രാവശ്യം പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ്. അത് രക്ഷിക്കുന്നത് ഈ കൃപയല്ല, അത് സസ്റ്റെയിനിങ് ഗ്രേസാണ്. ദൈവം തന്നെ ഏൽപ്പിച്ചതായിരിക്കുന്ന ജോലി വിജയകരമായി ചെയ്യുവാൻ ആവശ്യമായിരിക്കുന്ന കൃപ, അത് ധാരാളം മതി. എല്ലാ വിശ്വാസികൾക്കും അതൊക്കെ ലഭ്യമാണ്. അപ്പോ ദൈവത്തിന് അനർഹമായ ആനുകൂല്യമാണ്, നാം അർഹിക്കാത്ത ആനുകൂല്യങ്ങളാണ് ദൈവം നമുക്ക് നൽകുന്നത്. റോമാലേഖനം 11:5 കാണുന്ന കൃപയാലുള്ള തിരഞ്ഞെടുപ്പ് എന്ന പ്രയോഗം ഈ ആശയത്തെ വ്യക്തമാക്കുന്നു. അതിന് 5-6 വാക്യങ്ങൾ വായിച്ച്, റോമാലേഖനം 11:5-6 വാക്യങ്ങൾ. കൃപയാലാണ് എങ്കിൽ അത് നമ്മുടെ യാതൊരുവിധമായിരിക്കുന്ന പ്രവൃത്തികളും നമ്മുടെ യാതൊരുവിധമായ ചിന്തകളും നമ്മുടെ യാതൊരുവിധമായിരിക്കുന്ന കാര്യങ്ങളും അതിന് ആധാരമല്ല. ഇറ്റ്സ് ബൈ ഗോഡ്സ് ഗ്രേസ്, ദൈവത്തിന്റെ കൃപയാലാണ്. നമുക്കാർക്കും, നമ്മൾ ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കും, ദൈവം എന്നെ രക്ഷിച്ചത് ഞാനൊരു കൊച്ചുമിടുക്കനായിട്ടാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും നല്ല മനുഷ്യൻ ഞാനായതുകൊണ്ടാണ് ദൈവം എന്നെ രക്ഷിച്ചത്, ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നവനായതുകൊണ്ടാണ്, പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ കർത്താവിന്റെ വേല ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് കർത്താവിനെ രക്ഷിച്ചത്. ഇതൊന്നുമല്ല. ഇതൊന്നും കർത്താവിന്റെ കൃപ തരാൻ കാരണമായിട്ടില്ല. ഈ ജസ്റ്റ് എനിക്ക് കൃപ തോന്നണമെന്നുള്ളവനോട് ഞാൻ കൃപ തോന്നും. അങ്ങനെ കൃപ തോന്നിയുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ കൃപ തോന്നിയുള്ള ഓരോരുത്തരാണ് നിങ്ങളും. അതിന് നിങ്ങളൊരു കാരണം കണ്ടെത്താനായിട്ട് ശ്രമിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം അതിനൊക്കെ നമ്മുടെ ഭാഗത്തുള്ള യാതൊരു മെറിറ്റും യാതൊരു യോഗ്യതയും അതിന് കാരണമായിട്ട് ഇരിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്നതേ ഇല്ല.
2 തിമോത്തിയോസ് 1:9-10 തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമാണ്. തന്റെ സ്വന്തം കൃപയ്ക്കും നിർണയത്തിനും ഒത്തവണ്ണമാണ്. എഫേസ്യർ 2:6 കൃപയുടെ ധനം വരുംകാലങ്ങളിൽ കാണിക്കേണ്ടത്. കൃപയുടെ ധനം വരുംകാലങ്ങളിൽ കാണിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ദൈവകൃപയുടെ ധനം എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പം നമുക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പം നമുക്ക് ഈ ഡിയർനെസ് അലവൻസ് കൃപയുടെ DA മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കൃപയുടെ ശമ്പളം കിട്ടാൻ പോകുന്നതേ ഉള്ളൂ. ഈ രോഗം പിടിച്ച്, ഈ വാദവും പിത്തവും കഫവും പിടിച്ച്, ഈ അസൂയയും പകയും ഉള്ളതായിരിക്കുന്ന മനുഷ്യരെ ഇനി ഒരു ദിവസം ദൈവ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇമേജിന് തന്റെ സാദൃശ്യത്തോട് തുല്യരാക്കി ദൂതന്മാരെ പോലെ അവരെക്കാൾ ശ്രേഷ്ഠരാക്കി നമ്മെ തീർക്കുമെന്ന് പറഞ്ഞാൽ ദൈവകൃപ എന്തുമാത്രം ഉണ്ടെന്നേ ഉള്ളൂ. ചില ആക്സിഡന്റിലൊക്കെ പെട്ട ചില കാറുകൾ റോഡ് സൈഡിൽ കിടക്കുന്ന കാണാൻ ഇടിച്ച് പൊള്ളിച്ച് കിടക്കുന്നു. ചില വർക്ക്ഷോപ്പുകളിലൊക്കെ അത് കയറ്റിയിട്ട് 1 മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ട് അത് ഇറക്കി വരുമ്പോൾ നമ്മൾ പറയും, ആ കാറാണോ ഈ കാറ്? കാരണം ലൈക്ക് ബ്രാൻഡ് ന്യൂ ചിലരാക്കി തരും. അതിന് ദൈവം അതുപോലെയാണ്. അതുപോലെ എന്ന് പറഞ്ഞാൽ ഒരു സാദൃശ്യം പറഞ്ഞതേ ഉള്ളൂ, അതുപോലെയൊന്നും അല്ല. എങ്കിലും ഒരു സാദൃശ്യം പറഞ്ഞാൽ നമ്മളെ പറ്റി, നമ്മളിലെ ഏറ്റവും ആത്മീയനായ വ്യക്തി ആരാണ്, ആ വ്യക്തിയെ പറ്റി പറഞ്ഞാൽ അസൂയയില്ലേ, പകയില്ലേ, പിണക്കമില്ലേ, നിരാശകളില്ലേ, ഇല്ലേ, സ്വാർത്ഥതയില്ലേ? എന്താ ഇല്ലാത്തത്? ഇങ്ങനെയുള്ള നമ്മളെയാണ് ദൈവം തമ്പുരാൻ ആരാക്കാൻ പോകുന്നത്? തന്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്താൻ. അപ്പൊ കൃപയുടെ ആഴമെന്ന് പറയുന്നത് എന്തുമാത്രമാണ്. അതെ, നമ്മലൊന്നും ചിലരെയൊന്നും കണ്ട തിരിച്ചറിയില്ല. അറിയാൻ നമുക്കത് എബ്രഹാം തോമസ് ആണെന്നും അന്നും ഇങ്ങനെയൊക്കെ നമുക്ക് അറിയാം, കണ്ടറിയാം അവിടെ ചെല്ലുമ്പോൾ. എന്നാലും തിരിച്ചറിയില്ലെന്ന് ഞാൻ പറഞ്ഞാൽ നമ്മുടെ പഴയ സ്വഭാവം വെച്ച് നോക്കിയാൽ ചിലപ്പോൾ അറിയില്ല. അവന്റെ സ്വഭാവം ആകെ അങ്ങ് മാറി എന്ന് പറഞ്ഞാൽ ആകെ അങ്ങ് മാറി. ഞാൻ എൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരാളെ പറ്റി ചിന്തിക്കാറുണ്ട്. അവന്റെ ചെറുപ്പത്തില് ഇതുപോലെ ഒരു എന്താ പറയേണ്ടത്, ഇതുപോലൊരു ചെറുക്കനില്ലായിരുന്നു. ഇപ്പൊ അവന് പ്രായമൊക്കെ ആയപ്പോ എന്തൊരു സൗമ്യനാണ്, എന്തൊരു ശാന്തനാണ്. ഇങ്ങനെ ഈ പരിവർത്തനം വന്നെന്ന് ഞാൻ തന്നെ അതിശയിക്കും. ഗോഡ്സ് ഗ്രേസ്, ദൈവത്തിന്റെ കൃപയ്ക്ക് ഒരു മനുഷ്യൽ വരുത്താവുന്നതായിരിക്കുന്ന വ്യതിയാനമാണ്. അതാണ് ദൈവത്തിന്റെ കൃപ ആത്യന്തികമായിട്ട് വരുമ്പോൾ അങ്ങനെയാണ്. അപ്പോ അനർഹമായ ആനുകൂല്യങ്ങളാണ് ദൈവം നമുക്ക് നൽകുന്നത്. അതാണ് തെരഞ്ഞെടുപ്പിന്റെ മൂലഹേതു എന്ന് പറയുന്നത്. കൃപയുടെ ധനം വരുംകാലങ്ങൾ കാണിക്കേണ്ടതിന് ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തു. ദൈവത്തിന് അങ്ങനെ ഒരു ബിസിനസ് ഉണ്ട്, ദൈവത്തിന്റെ കൃപ എത്ര വലുതാണെന്ന് കാണിക്കാൻ. പണ്ടൊരു ഭിക്ഷക്കാരൻ രാജാവിന്റെ കൊട്ടാരത്തിൽ പോയ കഥ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. രാജാവിന്റെ കൊട്ടാരത്തിൽ ഭിക്ഷക്കാർക്ക് പ്രവേശനമില്ല. അങ്ങനെ ആരെങ്കിലും ചെന്നാൽ അതൊന്നവന്റെ ലാസ്റ്റ് ഡേ ആ, ജീവിതത്തിലെ ലാസ്റ്റ് ഡേയാ. അവനെ കയറ്റി വിട്ടതായിരിക്കുന്ന സെക്യൂരിറ്റി ഗാർഡിന്റെ ലാസ്റ്റ് ഡേയാ. ദാവീദിന്റെ കൊട്ടാരത്തിലെങ്ങും ഉളുക്കും പുറത്തും ഉള്ളവരെ കയറാൻ ഒക്കില്ലായിരുന്നു എന്ന് പറഞ്ഞ പോലെ ഏതായാലും ഇവന് വിശപ്പ് കൊണ്ട് ജീവിക്കാൻ വയ്യ. അവൻ തീരുമാനിച്ചു, പിടിക്കപ്പെട്ട രാജാവ് വിളിച്ചാൽ കൊല്ലും, കൊന്നാൽ ജീവിതത്തിന് പ്രശ്നം തീരുമാനിച്ചു. ഇല്ല, ഇനി രാജാവിന് ഏതെങ്കിലും നിലയ്ക്ക് അന്ന തോന്നുകയാണെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ വിശന്ന് കിടന്ന് തെണ്ടിയായി ജീവിക്കേണ്ട ആവശ്യമില്ല. ഏതായാലും അവനങ്ങ് കയറി. രാജാവ് അങ്ങനെ തന്റെ സിംഹാസനത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഇവനൊക്കെ നേരെ മുന്നിൽ ചെന്ന് രക്ഷപ്പെട്ടു. നീ എങ്ങനെയാണ് ഇവിടെ കയറി വന്നത് ചോദിച്ചു. എങ്ങനെ നീ ഇവിടെ വന്നു? വിശപ്പ് കൊണ്ടും ഗതികേടും കൊണ്ടും വന്നാന്ന് പറഞ്ഞു. കൊല്ലണമെങ്കിൽ കൊന്നു, എന്ത് വേണമെങ്കിലും ചെയ്തു. ഗതികേട് കൊണ്ട് വന്നതാണ്. നിനക്ക് എന്താ വേണ്ടെന്ന് ചോദിച്ചു. അവിടുത്തെ തിരുമേനിക്ക് മനസ്സ് തോന്നി എന്തെങ്കിലും ഒന്ന് തരണം ജീവിക്കാനെന്ന് പറഞ്ഞു. ശരി, രാജാവ് അകത്തേക്ക് പോയതാ പറയുന്നത്. അന്നത്തെ കാലത്ത് നമ്മുടെ ഇടങ്ങഴി ഉണ്ടല്ലോ, നെല്ലൊക്കെ ഇളക്കുന്ന ഇടങ്ങഴി, ആ ഒരു ഇടങ്ങഴി നിറച്ച് സ്വർണ്ണനാണയം എടുത്തുകൊണ്ട് വന്നതാണ്. നിറച്ച്. എന്തുകൊണ്ടാ പാത്രം എന്ന് ചോദിച്ചു. തോർത്തേ ഉള്ളെന്ന് പറഞ്ഞു. വിരിക്കാൻ പറഞ്ഞു. അതിലേക്ക് ഇങ്ങനെ വാരിയിട്ടു. 1, 2 ഒന്നുമല്ല, ഇങ്ങനെ വാരിയിട്ടിപ്പോ അവന്റെ കണ്ണങ്ങ് തള്ളിപ്പോയി. കാരണം ഇതും കൊണ്ട് പോകുമ്പോ സെക്യൂരിറ്റി ഗാർഡ് പിടിക്കും. പിടിച്ചാൽ തീർന്നു തന്നെ. രാജാവിന്റെ കൊട്ടാരത്തിൽ കയറി മോഷ്ടിച്ചെന്ന് പറഞ്ഞു. ഏതായാലും അത് മുഴുവൻ ഇട്ട് കഴിഞ്ഞ് രാജാവ് പറഞ്ഞു എടുക്കടാന്ന് പറഞ്ഞു. എടാ, രാജാവിന്റെ കൊട്ടാരത്തിൽ തെണ്ടാൻ വന്ന പിന്നെ ജീവിതത്തിൽ തെണ്ടേണ്ടി വരില്ലെന്ന് പറഞ്ഞു. രാജാവിന്റെ കൊട്ടാരത്തിൽ തെണ്ടാൻ വന്നാൽ പിന്നെ തെണ്ടേണ്ടി വരില്ല. അത് തന്നെയാണ് ദൈവത്തിന്റെ കൃപ ലഭിച്ചാൽ പിന്നെ
നമുക്കൊരു മനുഷ്യന്റെ ആനുകൂല്യവും വേണ്ട, നമുക്കൊരു മനുഷ്യന്റെ കൃപയും വേണ്ട, കരുണയും വേണ്ട. എന്നോട് കരുണ കാണിക്കുന്നതിന് ഒരു മനുഷ്യന്റെ പേരും പറയേണ്ട ആവശ്യം. ആ, ദൈവത്തിന്റെ കൃപ ലഭിച്ചവർക്കെല്ലാം ഉണ്ട്. അതാണ് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവേശു അനുഗ്രഹിച്ചു എന്നാ പറഞ്ഞു. ഭൂമിയിലെ തന്നെ പോരാഞ്ഞിട്ട് സ്വർഗത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങളോ അതെല്ലാം നമുക്ക് വന്നിരിക്കുക, എടുക്കാൻ പാടില്ലാത്ത പോലെ. അതാണ് ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ തിരഞ്ഞെടുപ്പിന്റെ ഫലം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇത്രമാത്രം സമൃദ്ധമായിരിക്കുന്ന ആനുകൂല്യങ്ങളാണ്. നമ്മളത് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സത്യത്തിൽ നമ്മൾ ചിലപ്പം പറയാം, ദൈവം എന്നോട് ഒത്തിരി കരുണയോ കാണിച്ചു, എന്നോട് ദൈവം ഒരുപാട് അനുഗ്രഹിച്ചു എന്നൊക്കെ പറയും. പക്ഷെ ദൈവം എന്നെ ഒരുപാട് അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ ദൈവം അനുഗ്രഹിച്ചതായിരിക്കുന്ന അനുഗ്രഹത്തിന്റെ മൂലഹേതുവിനെ കുറിച്ചും അത് മുഖാന്തരം നമുക്ക് കിട്ടിയതായിരിക്കുന്ന അനുഗ്രഹ സമൃദ്ധിയുടെ ആഴത്തെക്കുറിച്ചും വല്ലതും ചിന്തിക്കുന്നുണ്ടോ? ഒന്നും ചിന്തിക്കുന്നില്ല. ചിന്തിക്കുന്നില്ലെന്ന് തെളിവാണ് ഞായറാഴ്ച ഇവിടെ വന്നിരുന്നു ആളുകൾ ഇങ്ങനത്തെ കൈ കൊടുത്ത്, ഓ എന്റെ ദൈവമേ അല്ലേ എന്ന് പറഞ്ഞ് ഇരിപ്പില്ലേ എല്ലാവരും. ചിലരിടയ്ക്കിടയ്ക്ക് ഉറങ്ങി പോവില്ലേ? ദൈവത്തിന്റെ കൃപയെക്കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യരെ അറിയാതെ ഹല്ലേലൂയ സ്തോത്രം പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറയുക, അങ്ങനെയൊക്കെ പറഞ്ഞു. നമ്മുടെ ഇടയിലേക്ക് ഒരാൾ പോലും പറയില്ല ഹല്ലേലൂയ സ്തോത്രം പ്രൈസ് ദി ലോർഡ്. കാരണം ഒരുത്തരും ദൈവകൃപ കിട്ടിയതായിട്ട് ബോധമില്ല. ദൈവകൃപ കിട്ടിയിട്ടാണ് വന്നിരിക്കുന്ന അറിയാം, പക്ഷെ അതേക്കുറിച്ചൊരു ബോധമില്ല. അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ, ബോധമില്ലായ്മ എന്ന് പറയുന്നത്. അതില്ല, നമ്മുടെ ആൾക്കില്ല. പെന്തക്കോസ്തുകാർക്കൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. അവരൊക്കെ സ്തോത്രം ഹല്ലേലൂയയും ഗ്ലോറിയും പ്രൈസ് ദി ലോർഡും ഒക്കെ പറയും. നമ്മൾ പറയില്ല, നമ്മളത് പറയില്ല. പറഞ്ഞ നാണക്കേടാന്ന് പറയുന്നത്. ദൈവത്തിന്റെ കൃപ കൊണ്ട് ജീവിക്കുക എന്നൊക്കെ പറയുന്നത് മഹാനാണക്കേടല്ലേ. പക്ഷെ നമ്മുടെ ഗുണം കൊണ്ടാണ് ജീവിക്കുന്നു പറയുന്നത്. ഞാൻ ആരുടെ ഔദാര്യം കൊണ്ട് ജീവിക്കുന്നവനല്ല, അങ്ങനെ പറയാറില്ലേ. ഞാൻ ആരുടെ ഔദാര്യം, ദൈവത്തിന്റെ ഔദാര്യം കൊണ്ട് മാത്രം ജീവിക്കുന്ന മനുഷ്യനാണ് ഞാൻ. എന്റേതായിരിക്കുന്ന ഒരു നന്മയും ഒരു ഗുണവും ഇല്ല. പൗലോസ് പറയുന്നത് എന്നിലെന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ യാതൊരു ഗുണവും ഇല്ലെന്നാ പറയുന്നത്. അങ്ങനെയുള്ളതായിരിക്കും. നമ്മളൊക്കെ ഒത്തിരി രൂപാന്തരപ്പെടാനുണ്ട് എൻ്റെ പ്രിയമുള്ളവർ, ഒത്തിരി രൂപാന്തരപ്പെടാനുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതായിരിക്കുന്ന ഈ ആശയം ദൈവത്തിന്റെ തൃത്വവുമായി വളരെ ബന്ധപ്പെട്ട ഒരാശയം. അത് നാം മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ മഹത്വം മനസ്സിലാക്കുന്നത്. പാപിയെ രക്ഷിക്കുന്ന ത്രിയേക ദൈവമാണ്. പിതാവായ ദൈവം നമ്മെ മുന്നറിഞ്ഞു, പുത്രൻ തമ്പുരാൻ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ബലിയായി നമ്മുടെ പാപങ്ങളെ പരിഹരിച്ചു തന്നു, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വന്ന് നമുക്ക് പാപബോധവും നമ്മുടെ കണ്ണുകളെ തുറക്കുകയും നമുക്ക് പുതിയ ജീവൻ നൽകുകയും ദൈവത്തിന് മക്കളാക്കുകയും ചെയ്തു, നമ്മളെ മുദ്രയിട്ടു. അങ്ങനെ ത്രിയേക ദൈവത്തിന്റെ സജീവമായിരിക്കുന്ന പ്രവർത്തനം കൊണ്ടാണ് ഒരു പാപിയായ മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത്. പിതാവായ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ പുത്രൻ എന്നെ തിരഞ്ഞെടുത്തു. അതേക്കുറിച്ചൊന്നും എനിക്ക് ചിന്തിച്ചിട്ടൊന്നും ഒരു യാതൊരു ബോധവും കിട്ടുന്നില്ല. ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ കൺസീവ്ഡ് ആകുന്നതിന് മുമ്പ്, ഞാൻ ഉരുവാകുന്നതിന് മുമ്പ്, സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ദൃഷ്ടി എൻ്റെ മേൽ വെച്ചു, എന്നെ തിരഞ്ഞെടുത്തു എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഞാൻ കഴിഞ്ഞ രാത്രിയിലെ കട്ടിൽ കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഞാനും മരണവുമായിട്ട് മുഖാമുഖം കണ്ട സന്ദർഭങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു. ഞാനും മരണവുമായി മുഖാമുഖം കണ്ട സന്ദർഭങ്ങൾ ചിന്തിച്ചു. എന്റെ ദൈവമേ, ഒരു 10-20 സന്ദർഭങ്ങൾ ഞാൻ മരണത്തെ മുഖാമുഖം കണ്ടു. ആ ഓരോ സന്ദർഭത്തിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ്, വേറെ ഒന്നുകൊണ്ടുമല്ല. അപ്പൊ എനിക്ക് വല്ലതും സ്വയം പ്രശംസിക്കാനുണ്ടോ? ഞാൻ പറഞ്ഞു, കർത്താവ്, ഈ രാത്രി ഈ കട്ടിൽ ഞാൻ ജീവനോട് കിടക്കുന്നതിന്റെ കാരണം നീ മാത്രമാണ്, വേറൊന്നും എനിക്ക് പറയാനില്ല. ഞാൻ മിടുക്കനായതുകൊണ്ടുമല്ല, ആരോഗ്യമുള്ളവനായതുകൊണ്ടുമല്ല, ചാപ്പാട് ശരിയായതുകൊണ്ടുമല്ല, സമയത്ത് ഡോക്ടറെ കാണുന്നതുകൊണ്ടുമല്ല, മരുന്ന് കഴിക്കുന്നത് കൊണ്ടുമല്ല, ഒന്നുമല്ല. ദൈവത്തിന് കൃപ കൊണ്ട് മാത്രമാണ്. നിങ്ങൾക്കൊക്കെ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 20 അനുഭവങ്ങൾ ഞാൻ കഴിഞ്ഞ രാത്രി ഇങ്ങനെ മരണത്തെ ഫേസ് ടു ഫേസ് ആണ്. എന്തൊരു ഭയങ്കര സന്ദർഭങ്ങളാണ്. ദൈവത്തിന്റെ കൃപ, അല്ലാതെ എന്തു പറയാൻ? അപ്പൊ ത്രിയേക ദൈവം എനിക്ക് വേണ്ടി സജീവമായി പ്രവർത്തിച്ചു, ചിന്തിച്ചു, ആലോചിച്ചു, പ്രവർത്തിച്ചു. ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ പോലെ ഒരു ഭാവി രക്ഷിക്കാൻ ദൈവത്തിന്റെ പ്രവർത്തനം, ത്രിയേക ദൈവത്തിന്റെ പ്രവർത്തനം അല്ലാതെ എന്തു പറയുന്നു? തെരഞ്ഞെടുപ്പ് നടത്തിയത് പിതാവായ ദൈവമാണ്.
സർവജ്ഞാനിയും സർവശക്തനും സർവസാന്നിധ്യമുള്ളവനും നീതിമാനും വിശുദ്ധനും ഒരിക്കലും ഉളവാകാതെ എന്നിരിക്കുന്നവനും അകാരണകാരനും സർവകാര്യകാരനും ദൈവത്തെ പറ്റി എന്തെല്ലോ കാര്യം പറയും. ഇങ്ങനെയുള്ള ദൈവം എന്നെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒരു അയാൾ പറയുന്ന ഒന്നുമില്ല. എനിക്ക് നിന്നെ തെരഞ്ഞെടുക്കാൻ തോന്നി, എനിക്ക് കരുണയുള്ളവനോട് ഞാൻ കരുണ കാണിക്കും, എൻ്റെ സർവാധികാര കൃപയിൽ നിന്നെ തിരഞ്ഞെടുത്തു എന്നല്ലാതെ നിന്റെ ഭാഗത്ത് അതിന് 1% പോയിട്ട് ഒരു -1% പോലും യോഗ്യത ഉണ്ടായിരുന്നു. ഒരു യോഗ്യത ഉണ്ടായിരുന്നു. മിയർലി ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. അപ്പൊ തിരഞ്ഞെടുപ്പ് നടത്തിയത് പിതാവായ ദൈവമാണ്. എന്നാലും അത് ക്രിസ്തുവിലാണ്. ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാട്, ആ കുഞ്ഞാടിൽ എന്നെയും തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ യേശുക്രിസ്തുവിനെ അറുക്കപ്പെട്ടവനായി മാറ്റി വെക്കുന്നതിന് മുമ്പ് എന്റെ തെരഞ്ഞെടുപ്പാണത്. കാരണം എന്നെ ലോകസ്ഥാപനത്തിന് മുൻപേയും ക്രിസ്തുവിനെ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ടവനാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലോകസ്ഥാപനത്തിന് മുൻപേ ജീവസൂത്തിൽ പേരെഴുതിയതാ എന്റേത്, നിങ്ങളുടേത്. യേശുക്രിസ്തുവിനെ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ടവൻ എന്ന് പറയാം. എന്റെ പേരെഴുതി കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നം വന്നു, ഭാവിയ ഇവനെ എങ്ങനെ രക്ഷിക്കുന്നത്? അപ്പൊ പുത്രൻ തമ്പുരാൻ പറഞ്ഞു, ഞാൻ പിതാവ് പറഞ്ഞു പേരെഴുതി നിന്നെ അറുക്കപ്പെട്ടവനായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതൊക്കെ എന്തൊരു രക്ഷയുടെ എന്തൊരു മാർമികമായിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളിങ്ങനെ ലോകത്തിന് വേണ്ടി ഇങ്ങനെ ഓടി നടക്കുകയും അല്ലേ, നമ്മുടേതായിരിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ അങ്ങ് മറന്നുപോകും. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴാണ് കർത്താവെ നോക്കിക്കൊള്ളണേ പിടിച്ചോളണേ എന്നൊക്കെ നമ്മൾ പറയും. ദൈവം കരുണയുള്ളവരായോണ്ട് നമ്മൾ കയറി പിടിക്കുകയും ചെയ്യുന്നു. പക്ഷെ അങ്ങനെ വലുതാണോ നമ്മുടെ ജീവിതം? നമ്മുടെ സർവൈവൽ എന്ന് പറയുന്നത്, നിലനിൽപ്പ് എന്ന് പറയുന്നത് അങ്ങനെ വലുതാണോ? അങ്ങനെയൊന്നുമല്ല. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചത് എപ്പോഴാ? സുവിശേഷം കേട്ടപ്പോഴാ അല്ലേ? നല്ല കാര്യം. അതിനോട് എനിക്ക് യോജിപ്പുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും രക്ഷിക്കപ്പെട്ടപ്പോഴാണ് അല്ലേ? പാപിയായ ഒരു മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് എന്താ പറയുന്നത്? അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവൻ തന്നെ. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ താഴത്തെ തട്ടില് തണുത്തുറഞ്ഞ ഒരു മൃതദേഹമായിട്ട് ഇങ്ങനെ കിടന്നു. ദൈവം തമ്പുരാൻ സുവിശേഷത്തിന്റെ ആ കയറിങ്ങനെ നീട്ടി എറിഞ്ഞപ്പോ ആ കയറിൽ ഞാൻ കയറി പിടിക്കണമെങ്കിൽ ഈ ശവമായി കിടന്ന് എനിക്ക് സംഭവിക്കണം. ജീവൻ വേണം അല്ലേ? അപ്പൊ ഒരു ഭാവിയിൽ ആദ്യം നടക്കുന്ന എന്താണെന്നറിയാമോ? അവന്റെ ഈ അന്ധമായ കണ്ണുകളെ തുറക്കുകയും താൻ പാപിയാണ് എന്നും തനിക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു പകരക്കാരനായി മരിച്ചു എന്നും ഉള്ള ബോധ്യം കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ കയറി പിടിച്ചത്. നമ്മളൊക്കെ ചിന്തിക്കുന്ന അങ്ങനെയല്ല, ഞാൻ വിശ്വസിച്ചത് കൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന്. അത് ശരിയാ കേട്ടോ, ഉപദേശപരമായി ശരിയാണ്. പക്ഷെ ഞാൻ വിശ്വസിച്ചത് എന്തുകൊണ്ടാണെന്നറിയാം? അപ്പൊ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഒരു പാപിയിൽ തുടങ്ങുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഒഴിവായപ്പോഴേ പരിശുദ്ധാത്മാവ് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞാനായിരിക്കുന്നതിന്റെ കാരണം നിങ്ങൾക്കറിയാമോ? അല്ല, നിങ്ങളായിരിക്കണം. ചേട്ടക്കൊണ്ട് ഭയങ്കര സുന്ദരികളും ഒക്കെ ആണല്ലോ എല്ലാവരും. ഇവിടെ സൗന്ദര്യം ഇല്ലാത്തവർ ഒരാൾ പോലും ഇല്ല. നിങ്ങളിങ്ങനെ സൗന്ദര്യമുള്ളവരായിരിക്കുന്നതിന്റെ കാരണം എന്താ? അപ്പന്റെ ബീജവും അമ്മയുടെ അണ്ടവും തമ്മിൽ സംയോജിച്ച സമയത്ത് നിങ്ങൾക്ക് കരി പോലെ കറുത്തയാളോ, നിങ്ങളുടെ മൂക്ക് ഇങ്ങനെ മേപ്പെട്ട് വളഞ്ഞതോ, നിങ്ങളുടെ ചെവി ഇങ്ങനെ പച്ചയായി പോയതോ ഒക്കെ ആകാമായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീൻസിന് 1,00,000-ലധികം സാധ്യത ഉണ്ടെന്ന് പറയുന്നത്. 1,00,000-ലധികം. ഒരപ്പനും അമ്മയ്ക്ക് 1,00,000 പിള്ളേരുണ്ടായാൽ ആ പിള്ളേരെ തിരിച്ചറിയത്തക്കൊണ്ട് 1,00,000 വേറെ വേറെ ആയിരിക്കും. ഒന്നും ഒന്നിനെ പോലെ ഇരിക്കത്തില്ല. അപ്പൊ അത്രയും സാധ്യതകൾ നമ്മുടെ ഉണ്ട്. ഈ സാധ്യതകളിൽ കുറെ സാധ്യതകൾ മാത്രം പൊങ്ങി വരത്തക്കൊണ്ടും പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിച്ചു. മറ്റേ ചില സാധ്യതകളുണ്ടല്ലോ. എന്റെ വർഗത്തിലൊക്കെ ഞാൻ കരിപോലെ കറുത്തവർ കാണും. ഞാൻ കരിപോലെ കറുത്തതായ വരാതിരിക്കാനത് കർത്താവ് ആ ജീൻസിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പിടിച്ചു. പോങ്ങരുത്, പന്നി പോകണ്ട അവിടെ. അങ്ങനെ എന്തോ ഒരു പ്രവർത്തനം നടന്നതിന്റെ ഫലമായിട്ടാണ് ഞാനായിരിക്കുന്ന അറിയാമോ? അപ്പൊ നിങ്ങൾ ചിലർ കറുത്തവരാണ്, ചിലർ വെളുത്തവരാണെന്നൊക്കെ ചിന്തിക്കും. നിങ്ങൾ കറുത്തതായാലും നിങ്ങൾ വെളുത്തതായാലും നിങ്ങൾ നീളമുള്ളവരായാലും നീളം കുറഞ്ഞവരായാലും നിങ്ങൾ ബുദ്ധിമാന്മാരായാലും ബുദ്ധിഹീനരായാലും അതെല്ലാം പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായിരിക്കുന്ന പ്രവർത്തനം നിങ്ങളെ അങ്ങനെ ഡിസൈൻ ചെയ്തതുകൊണ്ടാണ്. അപ്പൊ എന്നിലുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അന്നേ തുടങ്ങിയത് എന്റെ പ്രിയമുള്ളവരെ.
സുവിശേഷം കേട്ടപ്പോൾ ഞാൻ വിശ്വസിക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ഈ പ്രവർത്തനം എന്റെ കണ്ണ് തുറന്നു. എന്നോട് പറഞ്ഞു, നീ ഭാവിയാണ്, നിനക്ക് വേണ്ടിയായി യേശു ക്രിസ്തു മരിച്ചെന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിച്ചപ്പോഴല്ല എന്റെ കണ്ണ് തുറന്നത്. എന്റെ കണ്ണ് തുറന്നത് കൊണ്ടാണ് ഞാൻ, എന്റെ ആത്മീയ കണ്ണ്, എന്റെ ആത്മാവിന്റെ കണ്ണ് തുറന്നത് കൊണ്ടാണ് ഞാൻ ഈ സത്യങ്ങളൊക്കെ. ഇപ്പൊ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്നേ തുടങ്ങിയതാണ്. അതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ദൈവത്തിന് നമ്മെ പറ്റിയുള്ള പരിപാടിയും ദൈവത്തിന് തമ്മിലുള്ളതായിരിക്കുന്ന പ്രവർത്തനവും ഒക്കെ നാം മനസ്സിലാക്കുമ്പോൾ നാം ഇരിക്കുന്നിടത്ത് തന്നെ അങ്ങ് പോകുന്ന ഒരു 10 ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി എന്ന് പറഞ്ഞു പോകും. അത് പറയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ മാനസിക കുഴപ്പമുള്ള ആളുകളാണ്, എന്തോ മാനസിക കുഴപ്പമുള്ള ആളുകൾ. ചില ആളുകൾ അവർ വലിയ മിടുക്കലാന്നൊക്കെ വിചാരിച്ച് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവർ പറയും ഞാൻ വളരെ സൂക്ഷിച്ച് ആലോചിച്ച് ഒക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. ദൈവം അതിനവർക്കൊരു ബുദ്ധി തന്നിരിക്കുന്നു. പക്ഷെ നിങ്ങൾ ആലോചിച്ച് ചെയ്യുന്ന ഒരാളായി തീർന്നതിന്റെ പിന്നിലെ കാരണം എന്തെന്നറിയാമോ? ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് വേണ്ടി ആലോചിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അത് മറക്കരുത്. അപ്പൊ തെരഞ്ഞെടുപ്പ് നടത്തുന്ന പിതാവാണെങ്കിലും തെരഞ്ഞെടുപ്പ് ക്രിസ്തുവിലാണ്. അതുപോലെ തെരഞ്ഞെടുപ്പ് മുഖാന്തരം സംഭവിക്കേണ്ടതായിരിക്കുന്ന പുതിയ ജീവനും അതിനോടനുബന്ധമായ കാര്യങ്ങളും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താലാണ് നടക്കുന്നത്. അതിനാലാണ് നടക്കുന്നത്. പരിശുദ്ധാത്മാവാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചെന്ന് ഞാൻ ചിലപ്പോൾ വിചാരിക്കും. എന്നെ പോലെയുള്ള ഒരാളെ ഞാനാക്കി തീർക്കാനായിട്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാ. പിതാവ് പറഞ്ഞു, നീ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞു. പുത്രതമ്പുരാൻ പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി മരിച്ച് രക്ഷിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ പരിശുദ്ധാത്മാവാണ് നീ ആയിരിക്കാൻ പിതാവ് പറഞ്ഞതിന്റെ പിന്നിലെ കാര്യങ്ങളെല്ലാം ഇതിൽ പ്രവർത്തിച്ച് എന്നെ ഞാനാക്കിയത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് നാം ഒരുപാട് കടപ്പാടുള്ളവരായിരിക്കും. ഒരുപാട്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അവഗണിക്കപ്പെട്ട് കിടക്കുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവാണ്. സാധാരണ ഒരു ദിവസം പരിശുദ്ധാത്മാവിനെ പറ്റി നാം ചിന്തിക്കുക പോലും ഇല്ല. അപ്പൊ പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരുപാട് കാര്യങ്ങള് നമ്മൾ ചെയ്തു. ഇനി ഈ തെരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശം എന്താണ്? തെരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശ്യം, തെരഞ്ഞെടുപ്പിന് 2 ഉദ്ദേശമുണ്ട്. ഒന്ന് ഇമ്മീഡിയറ്റ് പർപ്പസ് എന്നും അൾട്ടിമേറ്റ് പർപ്പസ് എന്നും ഇംഗ്ലീഷിൽ പറയും. അടിയന്തര ഉദ്ദേശ്യവും ആത്യന്തിക ഉദ്ദേശ്യവും. തെരഞ്ഞെടുപ്പിന്റെ അടിയന്തര ഉദ്ദേശം എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ രക്ഷയാണ്, വൃതന്മാരുടെ രക്ഷയാണ്. പാപികളായ കുറെ മനുഷ്യരെ തിരഞ്ഞെടുത്ത് അവരെ രക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ അടിയന്തരമായ ഉദ്ദേശം. ആത്യന്തികമായ ലക്ഷ്യം എന്തെന്നറിയാമോ? ദൈവത്തിന്റെ മഹത്വമാണ്. എഫേസ്യർ 1:6 അതുപോലെ 12, 14 വാക്യങ്ങളെല്ലാം പറയുന്ന ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട്, ദൈവത്തിന്റെ പുകഴ്ചയ്ക്കായി. അതാണ്. തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യണമെന്നാ പറയുന്നത്. ദൈവം ചെയ്തിട്ടുള്ള നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളുടെയും ഇലക്ഷന്റെയും എല്ലാം ആത്യന്തികമായ ഉദ്ദേശം നിത്യതയിൽ നമ്മൾ ശാന്തമായിട്ട് വിളിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. ഗോഡ് യു ആർ ഗ്രേറ്റ്, ലോർഡ് യു ആർ വണ്ടർഫുൾ, യു ആർ ഗ്ലോറിയസ്, യു ആർ മാർവലസ്, യു ആർ ഗ്രേഷ്യസ്. ഇതൊക്കെ നമ്മളങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞാല് ഞാൻ വിചാരിക്കുന്നു സ്തോത്രം പറയാനും ദൈവത്തെ ആരാധിക്കാനും ദൈവത്തിന് ഇഷ്ടം ചെയ്യാനുമേ നമുക്ക് സമയം കാണൂ. വേറെ ഒന്നിനും സമയം കാണില്ല. വിശുദ്ധന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവർ സൽപ്രവൃത്തികൾക്കായി സൃഷ്ടിക്കപ്പെട്ടവരാണ്. അങ്ങനെയല്ലേ പറയുന്നത്? എഫേസ്യർ 2:10 എന്താ പറയുന്നത്? നിങ്ങൾ സൽപ്രവൃത്തികൾക്കായി ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു, നാം ചെയ്തു പോരേണ്ടത് ദൈവം അവ മുന്നൊരുക്കി. നിത്യതയിലേ ദൈവം ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ട് 1000 നൂറുകണക്കിന് സൽപ്രവൃത്തികൾ. അതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഒരുക്കി വെച്ചിരിക്കുക. നമ്മൾ വേറെ ഓരോന്നും ചെയ്ത് നടക്കുക, നമ്മൾ വേറെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് നടക്കുക അല്ല. സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. 2 തിമോഥെയോസ് 2:21 വായിച്ച്, വേറൊരാൾ തീത്തോസ് 2:14 വായിച്ച്. തന്റെ വേലയ്ക്ക് വേണ്ടി ഒരുങ്ങിയ മാനപാത്രം. രാജാക്കന്മാർ കുടിക്കുന്ന പാത്രം അത് വേറെ ആരും കുടിക്കില്ല. നമ്മുടെ വീട്ടിൽ വന്നാല് ചിലപ്പോ ആരെങ്കിലും അത് വെള്ളം തരാമെന്ന് പറഞ്ഞാല് നമ്മൾ അവിടെ കിടക്കുന്ന അടുക്കളയിൽ താഴെ കിടക്കുന്ന പാത്രം എടുത്തായിരിക്കും പഠിച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഒന്ന് കഴിക്കും, വെള്ളം കൊടുക്കും. രാജാവ് വീട്ടിൽ വന്ന് അങ്ങനെ കൊടുക്കൂല്ലോ, കൊടുക്കൂ.
ഞാൻ തമാശ പറയുന്ന കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു പോവാ. ഒരിക്കലെ ഒരു വീട്ടിൽ ചെന്നു. ഞാൻ കൊണ്ട് വേറെ 2-3 സഹോദരന്മാരുണ്ട്. ഉച്ചയ്ക്ക് ആഹാരത്തിന് പ്ലേറ്റ് കൊണ്ട് വെച്ചപ്പോ ആ പ്ലേറ്റിൽ രാവിലെ കഴിച്ചതിന്റെ ബാക്കി ഒരു ശകലം ആഹാരം ഒരു പച്ചക്കറിയുടെ ഇല ഉണങ്ങി ഇങ്ങനെ ഇരുന്നു. ഞാനതിനെ ഇങ്ങനെ ചിരണ്ടി എടുത്ത് എന്താ ചിരണ്ടെന്ന് ചോദിച്ചു. ഒന്നുമില്ലെന്നു. ആഹാരം കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചു കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് ഞാനും ശരീരം കൂടെ പുറത്തോട്ട് ഇറങ്ങിയപ്പോ ഉച്ചയ്ക്ക് കഴിച്ചതായിരിക്കുന്ന പാത്രങ്ങൾ 2-3 പട്ടികൾ നക്കി അങ്ങനെ വൃത്തിയാക്കും. അപ്പൊ എന്റെ സ്നേഹിതൻ പറഞ്ഞു, ഇന്ന് വൈകിട്ട് പാത്രത്തിലൊന്നും കാണില്ലെന്ന് പറഞ്ഞു. നമുക്ക് അതേക്കുറിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് കുഴപ്പം, ഏറ്റവും ക്ലീനസ്റ്റ് ആനിമൽ, ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള മൃഗം എന്ന് പറയുന്നത് നായാണ്. ഏറ്റവും വൃത്തിയുള്ള ഭാഗം നായയുടെ നാവാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നായയുടെ നാക്കിൽ കൂടെ എപ്പോഴും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും. എപ്പോഴും വായ വന്ന് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അതിന് ശുദ്ധീകരണം എന്നാ പറയുന്നത്. നായയുടെ നാ എപ്പോഴും ശുദ്ധമാണ്. അപ്പോൾ ആ നായ നമ്മൾ നക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും പേടിക്കൊന്നും വേണ്ട. പേയോ വല്ലതുള്ളാണെങ്കിൽ, പേപ്പട്ടി വല്ലതുള്ളാണെങ്കിൽ വേറെ വിഷയം. ഞാൻ പറഞ്ഞത്, നമ്മുടെ വീടുകളിൽ, നമ്മൾ ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കുന്ന പാത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് ഏത് സ്ഥലത്തു നിന്ന് എങ്ങനെ വന്നാന്ന് നമുക്കറിയില്ല. പക്ഷെ ദൈവം നമ്മളെ ഉപയോഗിക്കാൻ പാനപാത്രമാക്കുമ്പോ എങ്ങനെയാണ്? ദൈവത്തിന്റെ പാത്രങ്ങളാണ് നമ്മള്. ദൈവത്തിന്റെ പാത്രങ്ങൾ, ദൈവത്തിന് സ്തുതിയും സ്തോത്രവും ആരാധനയും എല്ലാം അർപ്പിക്കുന്ന പാത്രങ്ങളാണ് നമ്മള്. അപ്പൊ ഈ പാത്രങ്ങൾ എങ്ങനെ ഇരിക്കണമെന്നറിയാമോ? ദൈവം നിത്യതയിലേ തീരുമാനിച്ചു. അപ്പൊ വിശുദ്ധമായിരിക്കണം. അതിനായി വിശുദ്ധീകരണം എന്ന് പറയുന്നതായിരിക്കുന്ന പ്രക്രിയയൊക്കെ അതിന്റെ ഭാഗമാണ്. വിശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ, ക്ലീൻ ലൈക്ക് എനിത്തിങ്. ഞായറാഴ്ച രാവിലെ നമ്മൾ സ്തുതിയും സ്തോത്രം കൊണ്ടുവരുന്ന പാത്രം എങ്ങനെയുള്ള പാത്രമാണെന്നുള്ളത് ഓരോരുത്തർക്കും അറിയാം, ദൈവത്തിനറിയാം. ദൈവം അത് സ്വീകരിക്കുക, നോക്കിയിട്ട് ദൈവം ഇതിൻ്റെ അകത്തായിരിക്കും വെള്ളം തരുന്നത്. എല്ലാ ട്രെയിനിങ് ബാച്ചിനും ഒരു ദിവസം അവരുടെ ആഹാരം ഉണ്ടാക്കാൻ അവർ തന്നെ ഉണ്ടാക്കണം. അങ്ങനെ എല്ലാവരും ആഹാരം ഉണ്ടാക്കിയപ്പോ ഒരു ബാച്ചിലെ ഒരു ഗ്രൂപ്പ് അവർ ആഹാരം ഉണ്ടാക്കിയപ്പോ ഞങ്ങളുടെ പട്ടി ഇങ്ങനെ അങ്ങ് നോക്കുക. എന്താ പട്ടി ഇങ്ങനെ നോക്കുന്നത് ചോദിച്ചു. പട്ടിക്ക് ചോറ് കൊടുക്കുന്ന പാത്രമൊക്കെ കിടന്നതിൻ്റെ അകത്താണ് ഇവർ കറി ഉണ്ടാക്കുന്നത്. അപ്പൊ പട്ടി ചിന്തിക്കുന്നത് എന്താ, എന്റെ പാത്രത്തിൽ ഇവന്മാര് കഴിക്കാൻ തുടങ്ങിയെന്നാ. കുഴപ്പമൊന്നുമില്ല, അവർ കഴിയൊക്കെ. അവർക്ക് അറിയില്ലായിരുന്നു പറ്റുന്നത്. അവരെല്ലാരും ഓരോ പാത്രം അടുക്കളയിൽ നിന്ന് ഇവിടുന്ന് എടുത്തു. അവർ നോക്കിയപ്പോ ഒരുമാതിരി കൊള്ളാവുന്ന ഒരു കുഴപ്പമില്ലാത്തൊരു പാത്രം ഇവിടെ കിടക്കുന്നു. അത് അവർ എടുത്ത് കറി ഉണ്ടാക്കാൻ. അതങ്ങനെ ചിന്തിക്കുകയാണ്, എനിക്ക് വേണ്ടി ഉണ്ടാക്കുകയാണല്ലോ, ഇവര് പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് എന്നോട് ഇത്രയും സ്നേഹം കാണിക്കുകയാണ്. അങ്ങനെയൊക്കെ ചിന്തിച്ചോന്ന് എനിക്കറിയില്ല. എന്നാൽ ദൈവം തമ്പുരാന് മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്ന പാത്രങ്ങളായി നാം തീരണം. നമ്മുടെ ദൈവത്തിന്റെ ഇലക്ഷന്റെ പിന്നിലെ വലിയൊരു ഉദ്ദേശമാണ് മാനപാത്രങ്ങളായിരിക്കും. അങ്ങനെയാണോ നാം എന്നുള്ളതാണ് നമ്മോട് തന്നെ ചോദിക്കേണ്ടതായിരിക്കും ചോദ്യമാണ്. ഞാൻ ദൈവത്തിന്റെ ആവശ്യത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ഒരു മഹത്വകരമായിരിക്കുന്ന പാത്രമാണോ ഞാൻ? അത് നാം തീർച്ചയായിട്ടും നാം ചിന്തിക്കണം. തീത്തോസ് 2:14 വായിച്ചായിരുന്നു. ദൈവം ഈ വീണ്ടെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഈ പറഞ്ഞ എല്ലാം നടത്തുക എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് ദൈവത്തിന്റെ പ്രസാദമുള്ള ഒരു മാന്യപാത്രമായി തീരുന്നത്. എന്തോ ഒരു വാക്യങ്ങളാണ് ഈ വാക്യങ്ങളൊക്കെ വായിച്ചിട്ട് അതിന്റെ മുന്നിൽ ഇങ്ങനെ ധരിച്ചങ്ങ് ഇരിക്കുകയുള്ളു. അപ്പൊ നീ എന്നെ തെരഞ്ഞെടുത്ത് ഇതിനു വേണ്ടിയല്ലേ ഇങ്ങനെ ജീവിച്ച ഞാൻ? നമുക്ക് തോന്നിയ പോലെ സംസാരിക്കാനും നമുക്ക് തോന്നിയ പോലെ പ്രവർത്തിക്കാനും നോക്കിയില്ല സഹോദരന്മാരെ. ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മൾ ചിലപ്പോൾ പറയുന്ന വർത്തമാനങ്ങളൊക്കെ കേട്ടാലേ സ്വർഗത്തിലെ ദൈവം ചെവി അടച്ചു കളയും. ചോദിക്കുന്നത് ഇങ്ങനെ പറയരുത്, ഇങ്ങനെ പ്രവർത്തിക്കരുത്, ഇങ്ങനെ പറയരുത്. നിങ്ങൾ ആരാണെന്നും ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്ത് ഇൻവെസ്റ്റ്മെന്റ് ആണ് നടത്തിയതെന്നും തിരിച്ചറിയാതെ നാം ജീവിച്ചാൽ നമ്മൾ ഈ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നൊക്കെ പറയുന്ന അർത്ഥശൂന്യമായി, അതിനൊരു വിലയില്ലാതെയായി. ഇക്കാലത്തെ വർത്തമാന പത്രങ്ങളിലൊക്കെ പലപ്പോഴും വായിക്കുന്നല്ലേ, ചില മക്കള് പോയിട്ട് അപ്പന്മാരെ വെട്ടിക്കൊല്ലുക, അമ്മയെ വെട്ടിക്കൊല്ലുക എന്നൊക്കെ പറയുന്നത്. ഒരു ശിശുവിനെ ഗർഭം ധരിച്ച് വളർത്തി പ്രസവിച്ച് 10-20 വയസ്സ് വരെ വളർത്തിക്കൊണ്ടുവന്നതിന്റെ പിന്നിലെ ബുദ്ധിമുട്ടും ഒക്കെ
ബോധമുള്ള ഒരാൾക്ക് ചോറ് വാരുത്തുന്ന കരങ്ങൾ വെട്ടിമാറ്റാൻ ഒക്കുമോ? ആലിംഗനം ചെയ്ത് ചുംബനം ചെയ്തതായിരിക്കുന്ന കഴുത്ത് വെട്ടിമാറ്റാൻ ഒക്കുമോ? എങ്ങനെ സാധിക്കും? അപ്പൊ അതുപോലെയുള്ള വിശ്വാസികളും ഉണ്ട്. ദൈവം ചെയ്തതായിരിക്കുന്ന നന്മകളെ കുറിച്ച് യാതൊരു ബോധവും ഇല്ലാതെ വെറുതെ എഴുന്നേറ്റ് വല്ലതൊക്കെ പറഞ്ഞിരിക്കുക, പാടാഗ്രതം പറയുന്നവർ. God has great investment in us. അപ്പോ പിതാവായ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു, വലിയ ഉദ്ദേശ്യം. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്ത വലിയ ലക്ഷ്യം. പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിച്ചു, വളരെ വലിയ ലക്ഷ്യം. എല്ലാ ലക്ഷ്യവും എന്താണ്? ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുക, ത്രിയേക ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുക. അപ്പൊ അത് നാം വെളിപ്പെടുത്തണം കേട്ടോ. ഇനി നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ ഉപദേശത്തെക്കുറിച്ചും പ്രായോഗിക ക്രിസ്ത്യ ജീവിതത്തെക്കുറിച്ചും ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. തെരഞ്ഞെടുപ്പിന്റെ ഉപദേശവും പ്രായോഗിക ക്രിസ്ത്യ ജീവിതവും എന്ന് പറഞ്ഞാൽ, പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ഉപദേശം ദൈവിക തെരഞ്ഞെടുപ്പാണ്. ഇതാണ് ഏറ്റവും സ്വാധീനം ചെലുത്തുന്നത്. ഏത് കാര്യത്തിൽ? ഞാൻ ബൈബിൾ വായിക്കുന്നതിൻ്റെയും പ്രാർത്ഥിക്കുന്നതിൻ്റെയും എൻ്റെ മക്കളെ വളർത്തിയതിൻ്റെയും ഞാൻ എൻ്റെ ഭാര്യയോടൊത്ത് ജീവിക്കുന്നതിൻ്റെയും. ഇനി അതുകൊണ്ട് സുവിശേഷ വേല തന്നെ എടുക്കുക. എനിക്ക് സുവിശേഷ വേലയ്ക്ക് പോകാനായിട്ട് കഴിയുന്നതിൻ്റെ ഏക കാരണം എന്ന് പറഞ്ഞാൽ ദൈവം തമ്പുരാന്റെ ഇലക്ഷൻ എന്ന് പറഞ്ഞ ഉപദേശമാണ്. ഒന്ന്, ദൈവം നിത്യജീവന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ആരൊക്കെയോ ആ ദേശങ്ങളിൽ ഉണ്ട്, തീർച്ചയായിട്ടും. അവരെ പോയി അവരുടെ സുവിശേഷം പറഞ്ഞ് അവർ രക്ഷിക്കപ്പെട്ടു. ദൈവാത്മാ ഓൾറെഡി ഇൻ ഓപ്പറേഷൻ. പിന്നെ ദൈവം ഇതിനുവേണ്ടി എന്നെ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ തിരഞ്ഞെടുത്തു. അതും അതിശയമല്ലേ? ഇനിയും അത് മാത്രമോ? ഒരു പാപിയെ രക്ഷിക്കുന്ന പ്രവൃത്തി ദൈവത്തിന്, ത്രിയേക ദൈവത്തിന്റെ ആണെങ്കിലും ആ ത്രിയേക ദൈവത്തിന്റെ പ്രവൃത്തി പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നതിന് എനിക്കും ഒരു പങ്ക് ദൈവം തരുന്നു. നമ്മളല്ലേ പോയി സുവിശേഷം പറയുന്നത്, അല്ലേ? സ്വർഗത്തിലെ ദൈവം സുവിശേഷം പ്രസംഗിച്ചാൽ രക്ഷിക്കപ്പെടുന്നില്ലല്ലോ. ഗബ്രിയേൽ മീഖായേലും സുവിശേഷം പ്രസംഗിച്ചാൽ രക്ഷിക്കപ്പെടുന്നില്ലല്ലോ. ആരെങ്കിലും എവിടെങ്കിലും രക്ഷിക്കപ്പെട്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഏതെങ്കിലും മനുഷ്യൻ സുവിശേഷം പറഞ്ഞിട്ടല്ലേ? ട്രാക്ട് മുഖേനയോ നേരിലോ ഏതെങ്കിലും സൽപ്രവൃത്തി മുഖാന്തരമോ ഏതെങ്കിലും നിലയിൽ നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം തന്റെ പുത്രനെ നിനക്ക് വേണ്ടി തന്നു, കാൽവരി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, നീ ആ പുത്രൻ വിശ്വസിച്ചാൽ നിനക്ക് രക്ഷ കിട്ടുമെന്ന് ആരെങ്കിലും അവനോട് പറയണ്ടേ? അപ്പൊ ദൈവത്തിന്റെ ഈ രക്ഷാകരമായിരിക്കുന്ന പ്രവൃത്തിയിൽ എനിക്കും ഒരു പങ്ക് ദൈവം തന്നു, തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ ഉപദേശത്തിന്റെ ഭാഗമായിട്ട്. അതുകൊണ്ടല്ലേ നാം ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണെന്നൊക്കെയല്ലേ കൊരിന്ത്യരെത്തി പറയുന്നത്. ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ്. ദൈവത്തിന്റെ കൂട്ടുവേലക്കാരെന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം പോലും മനസ്സിലാവും. നമ്മൾ ഈ കാര്യങ്ങളൊന്നും യാതൊരു നമ്മുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ബോധമേ ഉള്ളവരില്ലെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറ്. അപ്പൊ ക്രിസ്ത്യ ജീവിതത്തിൽ വിശ്വാസികൾ തങ്ങളുടെ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും സംബന്ധിച്ച് നമുക്ക് ഒത്തിരി ഉത്തരവാദിത്വമുണ്ട്. ഒന്നാമത്തെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കും. 2 പത്രോസ് 1:10 വായിച്ച ആരെങ്കിലും, നമുക്കറിയാവുന്ന വാക്യം, ഒരുപാട് വായിച്ചിട്ടുള്ള വാക്യമാണ്. അധികം ശ്രമിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിക്കും. ഞാൻ നിങ്ങളോട് പറയാം, രക്ഷയെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഉറപ്പില്ലാതെ ജീവിക്കുക എന്ന് പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും പ്രയാസമുള്ള കാര്യം. നിങ്ങൾ ഏതെങ്കിലും സമയത്ത്, അങ്ങനെ ചോദിക്കുന്നതിന് തെറ്റായിരിക്കുമെങ്കിൽ ഞാനത് ചോദിക്കുക, നിങ്ങൾ ഏതെങ്കിലും സമയത്ത് നിങ്ങൾ ഡാഡി ഡാഡി എന്ന് വിളിക്കുന്ന ആള് തന്നെയാണ് നിങ്ങളുടെ ഡാഡി എന്ന് നിങ്ങൾ സംശയിച്ചിട്ടുണ്ടോ? നിങ്ങൾ 10-15 കൊല്ലമായിട്ട് ഡാഡി ഡാഡി എന്ന് പറഞ്ഞ് വിളിച്ച് പുറകെ നടക്കുന്ന ഒരു ദിവസം സംശയം, ഈ മനുഷ്യൻ തന്നെയാണോ എൻ്റെ ഡാഡി? ഇന്നത്തെ കാലത്ത് അത് പരിഹരിക്കാനുള്ളതായിരിക്കും. നമുക്ക് ടെസ്റ്റുകളൊക്കെ ഉണ്ട്, വളരെ 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 ഈസി ആയിട്ട് 2 ദിവസം കൊണ്ട് നമുക്ക് 100% ഉറപ്പ് തരുന്ന ടെസ്റ്റ്. പക്ഷെ അങ്ങനെ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ മനുഷ്യനോടുള്ള നമ്മുടെ ചിന്താഗതി എങ്ങനെ ആയിരിക്കും? ഡാഡിയാ, ഇവൻ എൻ്റെ ഡാഡി തന്നെയാണോ എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആൾ മുന്നേ വന്ന് വീഴുന്നത്. കയറി എന്നെ മോനെ എന്ന് വിളിച്ചു. അപ്പൊ എന്റെ മനസ്സിൽ, എന്നെ മോനെ എന്ന് വിളിക്കാൻ ഞാൻ ഇയാളുടെ അപ്പനാന്ന് പറഞ്ഞു. ഒരു വല്ലാത്ത ചിന്തയല്ലേ? അവർ രക്ഷയെപ്പറ്റി ഉറപ്പില്ലാത്തതായിരിക്കുന്ന ആള് ദൈവത്തെ ദൈവമേ എന്നും കർത്താവിനെ രക്ഷയാന്നും ഒക്കെ വിളിക്കുമ്പോ ഞാൻ യഥാർത്ഥത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആള് തന്നെയാണോ അതോ ഇങ്ങനെ ഭംഗിവാക്ക് പറയുകയാണോ എന്ന്
ഷേക്സ്പിയറിന്റെ ദി ടെമ്പസ്റ്റ് എന്ന് പറഞ്ഞതായിരിക്കുന്ന നാടകത്തിലെ ഒരു രംഗമുണ്ട്. അതില് അപ്പനും മോളും കൂടി ഇങ്ങനെ വള്ളത്തിൽ കടലിൽ കൂടി ഇങ്ങനെ പോവുക. അമ്മ മരിച്ചു പോയതാ, മറ്റു മോളേ ഉള്ളൂ. അപ്പോ അപ്പനോട് ചോദിക്കുന്നുണ്ട്, അപ്പാ നീ തന്നെയാണോ എൻ്റെ അപ്പൻ? ആ ചോദ്യം. അപ്പ എന്ന് വിളിച്ചിട്ട് പറയും, നീ തന്നെയാണോ യഥാർത്ഥത്തിൽ എൻ്റെ അപ്പൻ? ആ കടലിന്റെ നദിയിൽ വെച്ച് ചോദിച്ചൊരു ചോദ്യമാണ്. അതിന് ഷേക്സ്പിയർ കൊടുത്ത ഉത്തരം, യേസ് മോളെ, ഞാൻ തന്നെയാണ് നിന്റെ അപ്പൻ. അപ്പൊ അതെങ്ങനെ അറിയാം? അപ്പ നിന്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് കാര്യം എന്നോട് വ്യക്തമായി പറഞ്ഞു. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിങ്ങളെ അല്ലാതെ വേറൊരു പുരുഷനെയും അറിഞ്ഞിട്ടില്ല. ആ മകളുടെ അപ്പൻ നിങ്ങൾ തന്നെയാണ്. ഒരു സ്ത്രീ പറയുന്നതിനേക്കാൾ വലിയ തെളിവുണ്ടോ? ലോകത്തിലൊരു പുരുഷനോട് മാത്രം ഒരു സ്ത്രീ ബന്ധപ്പെട്ടുള്ളെങ്കിൽ പിന്നെ അവർക്ക് ജനിച്ച കുട്ടി ആ പുരുഷന്റെ ആണെന്ന് പറയുന്നത് സംശയം. ഞാൻ പറയാം, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഷേക്സ്പിയർ എഴുതിയതായിരിക്കും നാടകം എഴുതിയ കാലത്ത് ഷേക്സ്പിയർ മനസ്സിൽ കൂടെ പോയി. അതൊന്നും. അപ്പൊ ഇപ്പോഴും ചില ആളുകൾ ചോദിക്കും, ബ്രദറെ ഞാൻ രക്ഷിക്കപ്പെട്ടത് തന്നെയാണോ? എന്നോട് ചോദിച്ചിട്ടുണ്ട്, ബ്രദറെ ഞാൻ രക്ഷിക്കപ്പെട്ടത് തന്നെയാണ്. ഞാനെങ്ങനെ അറിയാം രക്ഷിക്കപ്പെട്ടാന്നു? അത് ഞാൻ തന്നെ ഉത്തരവാദിത്വം. നീ ദൈവത്തോട് രക്ഷിക്കപ്പെട്ടതാണോ, തിരഞ്ഞെടുക്കപ്പെട്ടതാണോ, മുന്നറിയപ്പെട്ടതാണോ? നീ പരിശുദ്ധാത്മാവ് ചോദിച്ചു, അല്ല നീ ബൈബിൾ വായിച്ചു നോക്ക്, അതിൻ്റെ അകത്ത് കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ രക്ഷയെക്കുറിച്ച്, നമ്മുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ഉറപ്പുള്ളവരായിരിക്കുക എന്ന് പറയുന്നൊരു ചെറിയ കാര്യമല്ല. ഞാൻ രക്ഷിക്കപ്പെട്ടവൻ തന്നെ, അങ്ങനെ തന്നെയാന്ന് പറഞ്ഞു കഴിച്ചാൽ നിങ്ങളൊന്ന് കടന്നു നോക്കിയേ, പറഞ്ഞ് കിടക്കുന്ന കൂർക്കം വലിച്ച് ഉറങ്ങാൻ തുടങ്ങും. നിങ്ങൾ കൂർക്കം വലിക്കുന്ന ആളാണെങ്കിൽ. എന്നാ നേരെ മറിച്ച് ആണെന്ന് തോന്നുന്നില്ല, ഞാൻ രക്ഷിക്കപ്പെട്ടവൻ, എന്നെ തിരഞ്ഞെടുത്തു എന്ന് നിങ്ങളുടെ ചിന്ത വന്നാൽ അന്ന് രാത്രി നിങ്ങൾ ഉറങ്ങുകയില്ല. സൂക്ഷ്മമാണ്. തിരിഞ്ഞും പറഞ്ഞ് കിടക്കുകയല്ല, നിങ്ങൾ ഉറങ്ങുകയില്ല. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചോദ്യം നിങ്ങളുടെ മുൻപിലുണ്ട്, അത് ഉത്തരവില്ല. ഞാൻ യഥാർത്ഥ ദൈവം ഇതിലാണ്. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊള്ളുകയാണ്. ഇവിടെ ഇരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ ദൈവം എന്നെ തെരഞ്ഞെടുത്തതാണോ എന്ന് നിശ്ചയമില്ലാത്തവർ? തെരഞ്ഞെടുത്തതായിരിക്കുന്ന എന്നെ ദൈവം വിളിച്ചോ? സുവിശേഷം കൊണ്ട് വിളിച്ചോ? ആ വിളി ഞാൻ കേട്ടോ? വിളിച്ചവരെ നീതീകരിച്ചോ? എന്നെ നീതീകരിച്ചോ? എന്നെ വിശുദ്ധീകരിച്ചോ? ചോദ്യം ചോദിക്കണം, ഉത്തരവും കണ്ടെത്തണം. അല്ല, അതിപ്പോ നല്ല ചോദ്യമോ? രക്ഷയെക്കുറിച്ച് ബോധ്യത ഇല്ലാത്തവർ അങ്ങനെ ചിന്തിക്കുമോ എന്ന് ചോദിച്ചാൽ ചിന്തിക്കും. കാരണം രക്ഷിക്കപ്പെട്ടതാണെന്നൊക്കെ വിചാരിച്ചാ നടന്നത്. പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കില്ല, ഒന്നുമില്ല. ഇന്നലെ ഉപദേശി പ്രസംഗിക്കുന്നത് കേട്ടു, നീ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ദൈവം തന്നിരിക്കും. അവൻ പറഞ്ഞു, ഞാൻ എത്ര കാലമായി ചോദിക്കുന്നു, ഇതുവരെ തരുന്നില്ല. അപ്പൊ ഞാൻ രക്ഷിക്കപ്പെട്ടവനല്ലല്ലോ. രാത്രി വന്ന് കിടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കിടക്കുക, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണോ, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണോ, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണോ? പിന്നെ പിള്ളേർ പറയുന്ന അത്തലത്തില ഇങ്ങനെ വെച്ചൊക്കെ നോക്കി രക്ഷിക്കപ്പെട്ടവരാണോ? ഒരു പിടി അല്ല, അതില്ല. ടിക്കറ്റ് എടുത്തവരെ, ഞാൻ ട്രെയിൻ കയറി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാലും അരമണിക്കൂർ കൂടി ഞാൻ നോക്കും സാധനം അവിടെ ഉണ്ടോ. എന്തിനാ നോക്കുന്നത്? ടിക്കറ്റ് എടുത്തോണ്ടല്ലേ നോക്കുന്നത്. അത് ശരിയാ പറഞ്ഞത്. പക്ഷെ ടിക്കറ്റ് എടുത്തതായിരിക്കും എനിക്ക് ടിക്കറ്റ് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെന്ന് സാധ്യത എന്റെ കയ്യിലുണ്ട്. അത് ആർക്കേ നഷ്ടപ്പെടുമെന്നറിയാമോ? മുന്നറിയാതെ ഏറ്റുപറഞ്ഞ് സ്വീകരിച്ച ആളുകൾക്ക് ഇത് സാധ്യതയുള്ളു, മുന്നറിഞ്ഞവർക്ക് ഈ സാധ്യതയില്ല. അങ്ങനെ ഒത്തിരി ആളുകളുണ്ട്. അതിനാണ് ഫോൾസ് പ്രൊഫഷൻ എന്നൊക്കെ പറയും. രക്ഷയുടെ യാഥാർത്ഥ്യമില്ലാതെ രക്ഷ ഉണ്ടെന്ന് വിചാരിക്കുന്ന ആളുകൾ. ഈ ജന്തുക്കളുടെ ഇടയില് ഫോൾസ് പ്രഗ്നൻസി എന്ന് പറഞ്ഞ്, വ്യാജ ഗർഭം എന്ന് പറഞ്ഞ ചില പശുക്കള് ഗർഭിണിയാണെന്ന് വിചാരിക്കും. എന്നിട്ട് വയറൊക്കെ വീർത്ത് വരും, അവിടം വീർത്ത് വരും, എല്ലാവരും വിചാരിക്കും ഗർഭിണിയാണ്. പിന്നെ എന്നിട്ട് ഈ പറഞ്ഞ ഉപവാസവും കഴിഞ്ഞു, പിന്നെ ദിവസങ്ങൾ മുന്നോട്ട് പോയി, പ്രസവിക്കുന്നില്ല. ഡോക്ടറെ വന്ന് ചോദിച്ചു, ഡോക്ടർ പരിശോധിച്ച് പറയാം, ഈ പശു ഗർഭിണിയൊന്നും അല്ലെന്ന് പറയും. അതിനെ ഈ ഫോൾസ് പ്രഗ്നൻസി എന്ന് പറയും. അങ്ങനെ രോഗം ഈ ജന്തുക്കളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ പോലെ മനുഷ്യരുടെ കയ്യിലും ഉണ്ട് ഈ ഫോൾസ് പ്രൊഫഷൻ എന്ന് പറഞ്ഞു. പൊസസിങ് ബിലീവർ അല്ല, പ്രൊഫസിങ് ബിലീവർ ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രൊഫസിങ് അല്ല, യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്നവരല്ല, പ്രൊഫസിങ് ആണ്, ഉണ്ടെന്ന് അവകാശപ്പെടുന്നവരാണ്. പൗലോസ് കൊരിന്ത്യരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ വിശ്വാസത്തിൽ തന്നെയോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കുക. എല്ലാ വിശുദ്ധന്മാരെ എന്ന് പറഞ്ഞാണ് സഭയ്ക്ക് അഭിസംബോധന ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞ് നിങ്ങൾ വിശ്വാസത്തിൽ, നിങ്ങളുടെ നടപ്പും നിങ്ങളുടെ ജീവിതവും കണ്ടിട്ട്
നിങ്ങൾ കുറെ പേരെങ്കിലും വിശ്വാസത്തിലല്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ സഹോദരന്മാരെ ഒന്ന് പരിശോധിച്ച് നോക്കണേ, വിശ്വാസത്തിൽ തന്നെയാണ്. ഞാൻ നിങ്ങളെ വിശുദ്ധന്മാരെ എന്നൊക്കെ വിളിച്ചു എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെ വേണം. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും നിങ്ങൾ ഉറപ്പാണ്. ഇപ്പൊ ഒരാൾ പറയാം ഞാൻ യേശു ക്രിസ്തു സ്വീകരിച്ചാന്ന് പറയാം അവൻ സ്തോത്രം, പ്രൈസ് ലോർഡ് സഹോദരൻ. അതിന്റെ അർത്ഥം അവൻ രക്ഷിക്കപ്പെട്ടതാണെന്നല്ല. അവന്റെ വാക്കിന്റെ സാക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവനെ അങ്ങനെ അംഗീകരിച്ചെന്നേ ഉള്ളൂ. അവന്റെ സാക്ഷ്യം തെറ്റാണെങ്കിൽ അംഗീകാരം പോയി. അപ്പൊ നമ്മൾ ഇതൊക്കെ നോക്കണം, നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്യണം. അപ്പൊ അതേക്കുറിച്ച് ഒരു 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 ദേവദാസം അതേക്കുറിച്ച് ഒരു വേദപണ്ഡിതൻ പറഞ്ഞതേ, സാത്താൻ ഒരു ദിവസം ഒരു 4-5 പ്രാവശ്യമെങ്കിലും നിങ്ങളോട് പറയും നീ വിശ്വാസി ഒന്നുമല്ല, നീ വിശ്വാസി, നീ രക്ഷിക്കപ്പെട്ടവല്ല, നീ രക്ഷിക്കപ്പെടാന്ന് നീ ചോദിച്ചക്കാരൻ്റെ നിന്റെ പ്രാർത്ഥന കേൾക്കണ്ടേ? ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും, നിന്നെ മാത്രം അനുഗ്രഹിച്ചില്ലല്ലോ, നിന്റെ കൊച്ചിന് മാത്രം അഡ്മിഷൻ കിട്ടിയില്ലല്ലോ, നിന്റെ പെണ്ണിനെ അല്ലയോ കെട്ടിക്കാതിരിക്കുന്നത്, നിനക്കല്ലേ ഇപ്പോഴും വീടില്ലാത്തത്, അല്ലേ? നീ രക്ഷിക്കപ്പെട്ട നീ രക്ഷിക്കപ്പെടുന്നു. രക്ഷിക്കപ്പെടാത്തതിനോട് സാറ്റെന്തോ പറയുന്നത് അറിയാമോ? എടാ മോനെ, നീ ഒന്നാമതൊരു ദൈവവേദനാണ്, നിനക്ക് അതേക്കുറിച്ച് ചോദ്യം ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഈ ലോകത്തിൽ ആരെങ്കിലും സ്വർഗത്തിൽ പോയി നീയാണ് സ്വർഗത്തിൽ പോകുന്നത്. കാരണം ദൈവം വിശ്വസിക്കരുതല്ലോ, സ്വർഗത്തിൽ പോകുന്ന പറഞ്ഞിരിക്കണം. അവസാനം എന്ത് വേണം? വണ്ടി വന്നു പോയി കയറാൻ ചെന്നപ്പോ ഒരു ടിക്കറ്റ് ചോദിച്ചപ്പോ ഇത് ഇന്നലെ പോയ വണ്ടിയുടെ ടിക്കറ്റ് ഇതിന് യാത്ര ചെയ്യാൻ ഒക്കുകയില്ല എന്നായി. അപ്പൊ സാധാരണ ഇങ്ങനെ നമ്മൾ അല്ലെന്ന് പറയാം. അല്ലെന്ന് പറയുമ്പോഴൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഞാനാണെന്ന് പറയും. അപ്പൊ നമ്മൾ ചെയ്യും. ഐസനോവർ എന്ന് പറഞ്ഞൊരു അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു. ഐസനോവറുടെ മകനെ കല്യാണം കഴിച്ചിരിക്കുന്നത് ബില്ലി ഗ്രഹാമിന്റെ മകളെയാണ്. അപ്പൊ ബന്ധുക്കാരൻ രോഗിയായി മരണക്കിടക്കെ കിടക്കുകയാണ് ഐസനോവർ. അന്ന് ബില്ലി ഗ്രഹാം കാണാൻ ചെന്നു. ബന്ധുക്കാരൻ കാണാൻ ചെന്നപ്പോ ഐസനോവർ പറഞ്ഞു, ബില്ലി, ഒരാൾ സ്വർഗത്തിൽ പോകുന്നത് എങ്ങനെയാണെന്ന് എന്നോട് ഒരു പ്രാവശ്യം കൂടെ വ്യക്തമായിട്ട് പറയാൻ. ബില്ലി ഗ്രഹാം അവിടെ നിന്ന് വീണ്ടും സുവിശേഷം പറഞ്ഞു. കേട്ടിട്ട് പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ട ആളെന്ന് പറഞ്ഞു. ഞാൻ മരിച്ച സ്വർഗത്തിൽ തന്നെ പോകുമെന്ന് പറഞ്ഞു. നീ പറഞ്ഞതായിരിക്കും സുവിശേഷം, ഞാൻ അതുപോലെ എൻ്റെ ജീവിതത്തിൽ വിശ്വസിച്ചിട്ടുള്ളയാളാണ്. അപ്പൊ ഐസനോവർ ചെയ്തത് എന്താ? മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം ഉറപ്പ് വരുത്തുന്നതായിരുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടവൻ തന്നെ ആണ്. ഉറപ്പുവരുത്തേണ്ട യാഥാർത്ഥ്യങ്ങളിൽ ഒന്നാണിത്. ഉറപ്പുവരുത്തേണ്ട യാഥാർത്ഥ്യങ്ങളിൽ ഒന്നാണ്. പല ആളുകളും ആണേ എന്നൊക്കെ വിചാരിച്ച് പോകും. പക്ഷെ ഒരു ദിവസം എന്ത് കണ്ടെത്തുമെന്ന് അറിയാമോ? കർത്താവ് പറയും, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ആരോടാ പറയുന്നത്? വിശ്വാസികളാണെന്ന് വിചാരിച്ചവരോടാ പറയുന്നത്. കർത്താവ്, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഇങ്ങനെയും 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 ചെയ്തിട്ടുണ്ട്. കർത്താവ് പറയും, ചെയ്തിട്ടില്ലെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ എൻ്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരെഴുതിയിട്ടില്ല, ഞാൻ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പത്രോസ് പറഞ്ഞു, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാണ്. അപ്പൊ ഈ ഡോക്ടർ ഓഫ് ഇലക്ഷൻ, തെരഞ്ഞെടുപ്പിന്റെ ഉപദേശം പഠിക്കുമ്പോഴെങ്കിലും നിങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ യാഥാർത്ഥ്യം ഉറപ്പാക്കാതെ പോയാൽ വലിയ കഷ്ടമല്ലേ? പ്രവചനങ്ങൾ എവിടെ പറഞ്ഞിട്ടുണ്ട്? കൊയ്ത്തും കഴിഞ്ഞു, അങ്ങനെ വിധയും കഴിഞ്ഞു, കൊയ്ത്തും കഴിഞ്ഞു, നാം രക്ഷിക്കപ്പെടില്ല. അങ്ങനെ വാക്യമുണ്ട്. വിധയും കഴിഞ്ഞു, കൊയ്ത്തും കഴിഞ്ഞ് നാം രക്ഷിക്കപ്പെട്ടില്ല. അങ്ങനെ സംഭവിക്കുക. അപ്പൊ നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ യാഥാർത്ഥ്യമാണ്, എന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവുണ്ട്, അത് ഉറപ്പുവരുത്താവുന്നതാണ്. എന്റെ ഹൃദയത്തിന്റെ അകത്ത് എന്തെങ്കിലും കയറിയാൽ എനിക്കറിയില്ല. എന്റെ വായിലൊരു ഏതെങ്കിലും ഒരു ചെറിയ 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 ഈ ശ്വസിക്കുമ്പോൾ വായു കയറി നമുക്കറിയാമല്ലോ. എന്റെ വായിൽ ഏതാണ്ട് പോയി, എന്റെ നാക്കിലായിട്ട് പോയി പറയും, എന്റെ കണ്ണിലായിട്ട് കൂടെ പറയും. അപ്പൊ പിന്നെ പരിശുദ്ധാത്മാവിനെ പോലെ ഒരാൾ എന്റെ ഹൃദയത്തിലുണ്ട്, ഞാൻ അറിയാതിരിക്കും. എന്റെ പുതിയ മനസാക്ഷി, എന്റെ പുതിയ മൂല്യങ്ങള്, അബ്ബാപിതാവ് എന്ന് വിളിക്കാനുള്ളതായിരിക്കുന്നതിന്റെ ധൈര്യമേ, എന്റെ പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് പോകുന്നത്, എനിക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് എന്നെ മുദ്രയിട്ടത്, സഭയുടെ ഭാഗമാക്കി എന്നെ തീർത്തത്, എനിക്ക് കൃപാവരങ്ങൾ തന്നത്, ഉപദേശിക്കാനുള്ള കൃപാവരം എനിക്ക് തന്നു, വേറെ പല കൃപാവരങ്ങൾ എനിക്ക് തന്നു. ഇതെല്ലാം പരിശുദ്ധാത്മാവ്. അപ്പൊ എനിക്ക് സംശയിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്, രക്ഷിക്കപ്പെട്ടവരാണെന്ന്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുക എന്നുള്ളത്. രണ്ടാമത്, നമ്മുടെ തെരഞ്ഞെടുപ്പിൽ അന്തർലീനമായിരിക്കുന്ന ഉത്തരവാദിത്വമാണ് തെരഞ്ഞെടുപ്പിന് യോഗ്യമായി നടക്കുക എന്ന്. എഫേസ്യർ 4-ാം അധ്യായത്തിന് 1-ാം വാക്യം വായിച്ച്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം മാത്രം നടക്കും.
അങ്ങനെ ഒരു നടപ്പുണ്ട്, യോഗ്യമായ നടപ്പ്, വിളിക്ക് യോഗ്യമായ നടപ്പ്. ആ നടപ്പ് എങ്ങനെയാന്ന് ചോദിച്ചാൽ അത് വിശുദ്ധിയുള്ള നടപ്പാണ്, സമാധാനത്തിലുള്ള നടപ്പാണ്, വിനയത്തിലുള്ള നടപ്പാണ്, സൗമ്യതയുള്ള നടപ്പാണ്, ദീർഘക്ഷമയുള്ള നടപ്പാണ്, പ്രത്യാശയുള്ള നടപ്പാണ്, അനുസരണമുള്ള നടപ്പാണ്, സൽഗുണങ്ങളെ ഘോഷിച്ചുകൊണ്ട് നടക്കുന്ന നടപ്പാണ്, നന്മയ്ക്കായിട്ട് കഷ്ട സഹിക്കുന്ന നടപ്പാണ്, അത് അനുഗ്രഹിക്കാതെ ശപിക്കാതെ അനുഗ്രഹിക്കുന്ന നടപ്പാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാ നടക്കുന്നത്. ഈ കാര്യങ്ങളൊന്നും വെച്ച് നോക്കി കഴിഞ്ഞ 1 മാസത്തെ 2 മാസത്തെ ജീവിതം ഒന്ന് എടുത്തു നോക്കിയാൽ ഇതിലൊക്കെ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങനെ തന്നെയാണോ? പലരും അങ്ങനെ അല്ലെന്നുള്ള കാര്യം എനിക്കറിയാം. അങ്ങനെ അല്ല. അതുകൊണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരെ വിളിക്കുക അല്ലെന്നല്ല, നിങ്ങൾ ഉറപ്പാക്കണം. ആ കാര്യം നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ വീട്ടിൽ കറണ്ടിന്റെ കണക്ഷൻ എടുത്തിട്ടുണ്ട്, പക്ഷേ നിങ്ങളുടെ വീടിന്റെ അകത്ത് ലൈറ്റ് ഇല്ല. മീറ്റർ നോക്കിയപ്പോൾ അവിടെ ലൈറ്റ് ഉണ്ട്, നിങ്ങളുടെ വീട്ടിൽ ലൈറ്റ് ഇല്ല. എന്തുകൊണ്ടില്ല? മീറ്ററിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നിടത്ത് എന്തോ ഒരു ഫോൾട്ട് ഉണ്ടില്ലേ? അതെ, അത് കറക്റ്റ് ചെയ്യണം. അടുത്ത വീട്ടിലെല്ലാം ലൈറ്റ് ഉണ്ട്, നിങ്ങളുടെ വീട്ടിൽ ലൈറ്റ് ഇല്ല. മീറ്റർ നോക്കിയപ്പോൾ മീറ്ററിന്റെ അകത്ത് ലൈറ്റ് കാണുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നിങ്ങളുടെ ലൈനിൽ എന്തെയോ ആ ഭാഗത്ത് വന്നിട്ടുണ്ട്, ഇല്ലേ? ഉണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് നിങ്ങളുടെ വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിൽ നിങ്ങൾ പല കാര്യങ്ങളിലും ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും അനുസരിച്ചില്ല. വിശുദ്ധിയുള്ള നടപ്പൊന്നുമല്ല, അശുദ്ധിയുണ്ട്. അശുദ്ധി ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. കള്ളു കുടിക്കുകയും വ്യഭിചാരം ചെയ്യുകയും മോഷ്ടിക്കുകയൊന്നും ചെയ്യേണ്ട അശുദ്ധനാകാൻ. അത്രയൊന്നും വേണ്ട. ദുശ്ചിന്ത മതി, കോപം മതി, ക്രോധം മതി, ഈർഷ്യ മതി, പക മതി, ദൂഷണം മതി, ദുർഭാഷണം മതി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മതി, നിങ്ങൾ അശുദ്ധനാകും. ഇതുപോലെ ഉണ്ടോ? ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ അതിനൊക്കെ പരിഹാരമുണ്ട്. യേശു ക്രിസ്തുവിന്റെ രക്ത സകലഭാഗവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഓടി വന്ന് ശുദ്ധീകരിക്കില്ല, അങ്ങോട്ട് ചെല്ലണം, അങ്ങോട്ട് ചെല്ലണം ശുദ്ധീകരണം പ്രാപിക്കാൻ. കർത്താവ് പത്രോസിനോട് പോലും പറഞ്ഞ എന്താ? കർത്താവ് 26 നിന്ന് മാറി ഉടുപ്പും നല്ല ഷർട്ടും ഒക്കെ മാറ്റി വെച്ചു, ഒരു തുണിയൊക്കെ അരയെ ചുറ്റി, പാത്രത്തിൽ വെള്ളം എടുത്തു. സോപ്പെടുത്തോന്ന് എനിക്കറിയില്ല. ഓരോ ശിഷ്യന്മാരുടെ അടുത്ത് ചെന്നവരുടെ കാല് ശരിക്ക് കഴുകി. കർത്താവ് നന്നായിട്ട് കഴുകി തന്റെ അരയിൽ കെട്ടിയ തുണി കൊണ്ടൊക്കെ തോർത്തി കോപ്പി ചെയ്യുന്ന പോലെ ചുമ്മനെ കൊടുത്തോന്നും എനിക്കറിയില്ല. കൊടുത്തു കാണാൻ സാധ്യതയൊന്നുമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അതോ ഇനി അങ്ങനെ ചെയ്തോ അതെനിക്കറിയില്ല. പത്രോസിനൊക്കെ വന്നപ്പോ പത്രോസ് പറഞ്ഞ ആ പരിപാടി നടക്കുക, ആ പരിപാടി ഗുരുവായിരിക്കുന്ന നീ എന്റെ കാല് കഴുകുന്നു, എന്നാ ഈ പറയുന്നത്? കർത്താവ് പറഞ്ഞു, കാല് കഴിയില്ലേ, നമ്മൾ തമ്മിൽ കൂട്ടുപറ്റിയിരിക്കുന്നു, നിനക്ക് ഞാനോട് യാതൊരു പങ്കുമില്ല. അങ്ങനെ അതിനെ തലയെ കൊണ്ടൊഴിച്ച് കഴുകണത്. പത്രോസ് എപ്പോഴും ഒന്നിയിൽ ആശാന സജ്ജത്തിലെ കഴുകിക്ക് പുറത്തെന്ന് പറഞ്ഞ പോലെയുള്ള ഒരു ഇടപാട പല കാര്യങ്ങളിലും പത്രോസിന്റെ കാര്യങ്ങൾ. അപ്പൊ പറഞ്ഞു അങ്ങനെ പറഞ്ഞു. കർത്താവ് പറഞ്ഞു, പത്രോസ് നിനക്ക് ഉപദേശം അറിയില്ലേ, രക്ഷയുടെ ഉപദേശം നിനക്കറിയില്ലേ? നീ കുളിച്ചവനാണ്. കർത്താവ് യേശു ക്രിസ്തു രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിച്ചവനാണ്. പിന്നെ ഈ റോഡിലൂടെ നീ നടന്നപ്പോഴേ കാലെ പൊടി പറ്റിയില്ലേ? ആറ്റി പോയി കുളിച്ചേച്ച് വരുന്നവർ വീട്ടിൽ കയറുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? ഇച്ചിരി വെള്ളം എടുത്ത് കാലെ ധരിച്ച് അത് കഴുകി കഴിഞ്ഞിട്ട്. രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും അവരുടെ പാദത്തിൽ ചെളി കാണും, അവരുടെ നടപ്പിൽ അപാകത കാണും, സംസാരത്തിൽ അപാകത കാണും, അവരുടെ ചിന്തയിൽ അപാകത കാണും. അവർക്ക് വീണ്ടും രക്ഷിക്കപ്പെടേണ്ട, പക്ഷെ എന്ത് ചെയ്യണം? കാല് കഴുകും. അതുകൊണ്ടാണ് സഭാപ്രസംഗത്തിൽ ഇവിടെ പറഞ്ഞ് ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ കാല് സൂക്ഷിക്കുക. അങ്ങോട്ട് വാക്യമുണ്ട്, നീ ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ കാല് സൂക്ഷിക്കുക. ദൈവാലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കാല് സൂക്ഷിച്ച് നോക്കിയതാണ്, നടപ്പേ നോക്കിയതാണ്. ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ വെറുതെ പോകാനൊക്കെ അല്ലേ? കഴിഞ്ഞ ആഴ്ച ഞാൻ എങ്ങനെയാ ജീവിച്ചത്? ആ സഹോദരനോട്, ആ സഹോദരിയോട്, അയൽക്കാരനോട് എങ്ങനെയാ ഞാൻ പറഞ്ഞത്? എന്താ പറഞ്ഞത്? കൊടുത്തെടുത്ത് വാങ്ങിയെടുത്ത് എന്താ ഞാൻ ചെയ്തത്? അതുകൊണ്ടാ പറയുന്നത്, യാഗം കഴിക്കാൻ വരുമ്പോൾ അതോട് വെച്ചിട്ട് പോയി നിരപ്പ് പ്രാപിച്ചിട്ട് വന്ന് യാഗം കഴിച്ചാൽ മതി. എന്നിട്ട് കാല് കഴുകണം. ഏത് വിശുദ്ധനും കാല് കഴുകൽ ആവശ്യമാണ്. ഏത് വിശുദ്ധൻ. ഞാൻ അതേക്കുറിച്ച് പറഞ്ഞു, നിങ്ങൾ എത്രയും വിശുദ്ധരായി ജീവിക്കുമോ അത്രയും കൂടുതൽ ശ്രദ്ധയോട് നിങ്ങൾ കാല് കഴുകും. ഈ കശാപ്പ് നടത്തുന്ന ആളുകളെ അവരെ ഇറച്ചിയൊക്കെ വെട്ടുന്നതിനിടയിൽ ചായക്കാരൻ ചായ കൊണ്ട് കൊടുക്കും, അവിടെ വെച്ചിട്ട് അവർ വെട്ടുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ചിലപ്പോൾ തുള്ളി തെറിച്ചെന്ന് വരും. അവരുടെ അടുത്ത് കുടിക്കും, അവരുടെ വിഷയമാണോ?
അവരുടെ ദേഹത്തൊക്കെ നോക്കിയാൽ എങ്ങനെ ഇരിക്കുന്നേ? പക്ഷെ നിങ്ങളൊരു നല്ല വെള്ളമെടുപ്പ് പോക്കിയിട്ട് കല്യാണത്തിന് പോകാനോട് ഒരുങ്ങിയാ ചെല്ലുന്നപ്പോൾ ഒരു ഇറച്ചിയോട് വാങ്ങിച്ച് വീട്ടിൽ കൊടുത്തേച്ച് പോകാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഇറച്ചി ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര മാറി നിൽക്കാതെ വിട്ടുമ്പോൾ നിങ്ങൾ അടുത്ത് പോയി നിൽക്കുമോ? നിങ്ങൾ കുറേ മാറി നിൽക്കും. കാരണം എന്താ? നിങ്ങളുടെ വസ്ത്രത്തിൽ ഒരു തുള്ളി ചോര തെറിച്ചാൽ നിങ്ങൾ അയോഗ്യനാണ്. അത്ര ശ്രദ്ധയോട് വേണം. വിശുദ്ധിയിൽ എത്രത്തോളം വളരുന്നു അത്രത്തോളം അശുദ്ധിയെക്കുറിച്ച് ബോധമുള്ളവനായിത്തീരും. ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചോ? ഒരാൾ വിശുദ്ധിയിൽ എത്രത്തോളം വളരുമോ അത്രത്തോളം അയാൾ അശുദ്ധിയെക്കുറിച്ച് ബോധമുള്ളവനായി. വിശുദ്ധിയിൽ എത്രത്തോളം കുറയുമോ അത്രത്തോളം അശുദ്ധിയെക്കുറിച്ച് ബോധമില്ലാത്തവനായി. ഞങ്ങളുടെ നാട്ടിൽ പണ്ട് പറയും വാഴക്കുല കച്ചവടക്കാരന്റെ ഷർട്ടും ഒക്കെ നോക്കി അത് മുഴുവൻ കറയാ, വാഴക്കുലക്കറ. ചില വിശ്വാസികളുടെ ജീവിതം അങ്ങനെയാണ്, അത് നിറച്ച് കറയാ. പിന്നെ അതിൽ ഇനി ഒരു കറയോട് വീണതുകൊണ്ട് ഒരു വിഷയവുമില്ല. അവനൊരു ചീത്ത വിളിച്ചത് കൊണ്ടോ അവനൊരുത്തിനൊന്ന് ഉന്തിയത് കൊണ്ടോ തള്ളിയത് കൊണ്ടോ അവനൊരിടത്തിന് അടി കൊടുത്തത് കൊണ്ടോ അതൊന്നും അവനൊരു വിഷയമേ അല്ല. അതേസമയം വിശുദ്ധി ജീവിക്കുന്ന മനുഷ്യനോ ഒരു സൗരം ഇങ്ങനെ ഒന്ന് നോക്കി, കർത്താവേ അല്ലേ, എത്ര ദിവസം കൊണ്ടാ പിന്നെ അതിൽ നിന്ന് മോചനം പ്രാപിക്കുന്നു? വിശുദ്ധിയെ കുറിച്ചുള്ള ബോധം. അതുകൊണ്ടാണ് എന്നെ പറഞ്ഞത് നമ്മുടെ തെരഞ്ഞെടുപ്പും വിശുദ്ധിയും ഉറപ്പാക്കണമെന്ന് പറഞ്ഞത്. ഉറപ്പാക്കും. അപ്പൊ തെരഞ്ഞെടുപ്പിന് യോഗ്യമായി നടക്കുക എന്നുള്ളത് ഒരുപാട്. 1 തെസ്സലോനിയർ 4:7, കൊലോസ്യർ 3:15, എഫേസ്യർ 4:4, 1 തിമോത്തിയോസ് 6:12, 1 പത്രോസ് 1:2, 2:9, 2:21, 3:9, ഇങ്ങനെ ഒരുപാട് വാക്യങ്ങൾ അതേക്കുറിച്ച്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ വിഷയം അതിപ്രധാനമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് ഇന്ന് എൻ്റെ ശബ്ദം കേട്ട എല്ലാവരും നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കണം. വീട്ടിൽ പോയിട്ട് ഉറപ്പാക്കണം. അതിന് മുമ്പേ ഉറപ്പാക്കാൻ നല്ലതാണ്. കാരണം പോകുന്ന വഴിക്ക് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ സ്വർഗത്തിൽ പോകുന്ന ഉറപ്പോടുകൂടെ പോകാമല്ലോ. അത് ഉറപ്പാക്കണം. ചില സമയത്ത് നമ്മള് വി അസ്യൂം എന്ന് പറയും. വി അസ്യൂം, നാം അങ്ങനെ അങ്ങ് കരുതും. കരുതിയാ പോരാ, നമ്മളത് ഉറപ്പാക്കണം. ഇലക്ഷൻ എന്ന് പറയുന്നത് വലിയൊരു ഉപദേശമാണ്. തെരഞ്ഞെടുപ്പ് ദൈവം നമ്മെ നിത്യതയിലേ തിരഞ്ഞെടുത്തു, ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്തു, ക്രിസ്തുയേശുവിൽ തിരഞ്ഞെടുത്തു, വിശുദ്ധീകരണത്തിനായി തിരഞ്ഞെടുത്തു, നിത്യജീവനായി തിരഞ്ഞെടുത്തു. തെരഞ്ഞെടുപ്പിന് എന്തോ ഒരു സാധ്യതകളാണ്. ഈ സാധ്യതകളെല്ലാം യാഥാർത്ഥ്യമാക്കി ഓരോ ദിവസവും ജീവിക്കാം. ഓരോ ദിവസവും ദൈവത്തോട് വിശ്വസ്ത പാലിച്ച്, ദൈവത്തെ ആരാധിച്ച്, ദൈവത്തിന് സ്തോത്രം ചെയ്ത്, ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണല്ലോ നമ്മെ തിരഞ്ഞെടുത്തത്. അപ്പൊ എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തി താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ് എന്ന് ദിവസം 1000 പ്രാവശ്യം പറയണം. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. എന്നെ തിരഞ്ഞെടുത്തതിന്, എന്നെ മുൻനിറഞ്ഞതിന്, എന്നെ വിളിച്ചതിന്, എന്നെ ശുദ്ധീകരിച്ചതിന്, എന്നെ വിശുദ്ധീകരിച്ചതിന്, എന്നെ താങ്ക് യു ലോർഡ്. പരിശുദ്ധാത്മാവിനെ തന്നതിന്, എനിക്ക് ദൈവം തന്ന്, എന്റെ സൗകര്യം അംഗമാക്കിയതിന്, എനിക്ക് കൃപാവരങ്ങൾ തന്ന്, എന്തോ ഒരു സ്തോത്രം പറഞ്ഞ ഒരു ദിവസം ജീവിക്കാൻ. ഡോണ്ട് ടേക്ക് യുവർ ക്രിസ്ത്യൻ ലൈഫ് ലൈറ്റ്ലി. നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തെ ലാഘവമായിട്ട് എടുക്കരുത് കേട്ടോ. അനേകം അങ്ങനെ എടുക്കും. നമ്മുടെ വിശ്വാസികൾ വളരെ അങ്ങനെ എടുക്കുന്നവരാണ്. എനിക്ക് അവർ വരുമ്പോൾ അറിയാം. എനിക്ക് അവിടെ ഞായറാഴ്ചത്തെ ആരാധനയും കേൾക്കുമ്പോൾ അറിയാം, യാതൊരു ഗൗരവമില്ലാത്ത ആളുകളാണ്. രക്ഷയെക്കുറിച്ച് യാതൊരു ചിന്തയില്ലാത്ത ആളുകളാണ്. ബൈബിൾ ക്ലാസ്സുകൾക്ക് ചിന്തയില്ല, ഒന്നും അവർക്ക് വിഷയമുള്ള ആളുകളാണ്. അവർ പണ്ട് പറഞ്ഞ പോലെ ആയാറാം കയറാം. അവരുടെ ക്രിസ്ത്യ ജീവിതം അങ്ങനെയാണ്. ആയാറാം കയറാം, വന്നു പോയി, ഇത് പോരാ. ഈ ആയാറാം കയറാൻ ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് പ്രോപ്പർ ലൈഫ്. ഞാൻ ക്രിസ്തുവിനോട് കൂടെ പിതാവിനാൽ നിർണയിക്കപ്പെട്ടയാളാണ്, വിളിക്കപ്പെട്ടയാളാണ്, പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. അങ്ങനെ പറയാൻ ദൈവം നമ്മെ സഹായിക്കുന്നത്.